الحمد لله الذي أرسل نبيه رحمة للعالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه وأولئك هم المفلحون. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. صلى الله على النبي وسلم
دأبا كما أبدى الرساد وعلما عداد كل مكونات كلما حج اللتيك وزمزما وحتيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذي العرش صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സമാദരണീയനായ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കർമ്മനിരതനായ സെക്രട്ടറി ജനാബ് പി അബ്ദുൽ ഹമീദ് മാഷ്, സ്വാഗത പ്രഭാഷണം നടത്തിയ ജനാബ് പച്ചേരി ഫാറൂഖ്, ഏറെ തിരക്കുകളുടെ ഇടയിൽ ഈ പുണ്യമായ ഹുബ്ബുർ റസൂലിന്റെ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ബഹുമാന്യനായ ആദരണീയനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, മഹനീയരായ സാദാത്തുക്കൾ, പണ്ഡിത വരേണ്യർ, ബഹുമാന്യരായ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കർമ്മനിരതരായ ഭാരവാഹികൾ, അവരുടെ ഈ മഹനീയമായ സാന്നിധ്യത്തിന്റെ എല്ലാ നന്മകളും ഒരൊറ്റ വാക്കിൽ പറഞ്ഞു ഈ ഹുബ്ബുർ റസൂൽ സദസ്സിലേക്ക് ഓടിയെത്തിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന, ഒരിക്കൽ കൂടി നവജാഹിലിയത്തിന്റെ കുന്നിൻപുറത്ത് നിന്ന് വിശുദ്ധമായ റബീഇന്റെ താഴ്വരകളിലേക്ക് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ലോകത്തിന്റെ ദാർശനികനായ നേതാവ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പരന്നൊടുങ്ങിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്ത് നാടിന്റെ നാനാഭാഗത്ത് നിന്ന് കേരളത്തിന്റെ അങ്ങേയറ്റമായ മംഗലാപുരം മുതൽ ഇങ്ങേയറ്റം തിരുവനന്തപുരത്തു നിന്ന് ഈ പുണ്യമായ ഹുബ്ബുർ റസൂൽ സദസ്സിലേക്ക് പരന്നെത്തിയ വയനാടൻ മലനിരകൾ താണ്ടിയിറങ്ങി ഈ പെരിന്തൽമണ്ണയിലെ ഹുബ്ബുർ റസൂലിന്റെ സദസ്സിലെത്തിയ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇപ്പോഴും ഒരു അനിശ്ചിതമായ പ്രവാഹം പോലെ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഗണനങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഇവിടേക്ക് പരന്നൊടുങ്ങിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ അറിയുന്നു ഇത് അവിടുത്തെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ, അഭിലാഷത്തിന്റെ അഭിവാഞ്ച മനസ്സിൽ നിറച്ച പ്രവാചക അനുരാഗികളുടെ ഒരു മഹാസമ്മേളനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിലേക്ക് നടക്കുകയാണ്. ഖബിലൽ വഫാത്തി ഇലൽ മദീന,
മണ്ണിലേക്ക് മടങ്ങും മുമ്പേ മദീനയിലേക്ക് മടങ്ങുക എന്ന പ്രഭാഷണവുമായി നമ്മുടെ ഹുബ്ബു റസൂൽ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഈ വർഷം തുടക്കം കുറിക്കുകയാണ്. അടുത്ത വർഷവും ഇൻഷാ അല്ലാഹ് ഇതേ ശീർഷകത്തിൽ തന്നെ മണ്ണിലേക്ക് മടങ്ങും മുമ്പേ മദീനയിലേക്ക് മടങ്ങുക എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഹുബ്ബു റസൂൽ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അല്ലാഹു ആയുസ് തന്നാൽ ഇതേ തീയതിയിൽ തന്നെ നടക്കും. വെന്യൂ ഏതാണ് എന്ന് പറയാൻ കഴിയില്ല, ഇവിടെ തന്നെയാണ് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഇനി ആളുകൾ വന്നാലിരിക്കാൻ സ്ഥലം ഒറ്റ കാര്യം മാത്രം എനിക്ക് ഇന്നത്തെ സദസ്സിൽ നിർബന്ധ ബുദ്ധിയാ പറയാൻ, എന്നിട്ട് ഹുബ്ബുൻ നബിയിലേക്ക് കടക്കും. ഒന്ന്, ഇതിന് തൊട്ടു മുമ്പ് വരെ ഫുട്ബോൾ നടന്നൊരു ഗ്രൗണ്ടാണ്. പക്ഷേ മലപ്പുറത്തിന്റെ മാദക ലഹരിയാണ് കാൽപന്ത് കളി. ആ കാൽപന്ത് കളിക്ക് ഇത്രയും ആളുണ്ടായിരുന്നില്ല. കാരണം അതിന്റെ തെളിവ്, കാൽപന്ത് കളിക്കണമെങ്കിൽ ഈ സ്റ്റേഡിയത്തിന്റെ മധ്യഭാഗം ഒഴിവാകണമല്ലോ. അതുകൊണ്ട് ഒഴിവാകാതെ ഇത്രയും ജനബാഹുല്യം തടിച്ചുകൂടുമ്പോൾ മലപ്പുറത്തിന്റെ മാദക ലഹരി എന്ന് എല്ലാവരും പറഞ്ഞ കാൽപന്ത് കളിയോടുള്ള അഭിനിവേശം വിട്ട് മലപ്പുറത്തിന്റെ അഭിനിവേശം അല്ലാഹുവിന്റെ റസൂലിനോടാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിയിച്ചു കൊടുത്ത ഒരു സദസ്സാണിത്. അല്ലാഹു ആ ധാരണ തിരുത്തി കൊടുത്ത, ലോകത്തിന്റെ മുമ്പിലുള്ള ഒരു ധാരണ തിരുത്താൻ ഈ സദസ്സിന് കഴിഞ്ഞു എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഹുബ്ബിന്റെ പ്രയോഗമാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ആ കാൽപന്ത് കളിക്ക് 4 ഭാഗത്തും കൗണ്ടർ ഉണ്ടായിരുന്നു. ടിക്കറ്റ് വെച്ചിട്ടാണ്, അല്ലെ? ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഉണ്ട്. പക്ഷേ ആ ടിക്കറ്റ് ഇന്നില്ല. പക്ഷെ ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട്. ഈ സദസ്സിലിരിക്കണമെങ്കിൽ, കാൽപന്ത് കളിയുടെ ടിക്കറ്റ് കൗണ്ടർ മാതിരിയല്ല, ഈ സദസ്സിലിരിക്കണമെങ്കിൽ സലാത്ത് നാവിലുണ്ടാകണമെന്ന ഒരൊറ്റ നിർബന്ധ ബുദ്ധി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സലാത്ത് പറയാത്ത ഒരാൾ ഈ സദസ്സിൽ ഉണ്ടാവാൻ പാടില്ല, നിർബന്ധമാണ്. ലോക ചരിത്രത്തിൽ ധാരാളം നേതാക്കൾ കടന്നുപോയിട്ടുണ്ട്. ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളുമായ ലോകത്ത് മുഴുവനും ചൂണ്ടുവിരൽ കൊണ്ട് ഈ ലോകത്തെ തങ്ങളുടെ ചൂണ്ടുവിരലിന്റെ കീഴിൽ നിർത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികന്മാര് കടന്നുപോയിട്ടുണ്ട്. ആ ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനായ നേതാക്കന്മാർ മുഴുവനും അവരുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അനുയായികളെ അവരുടെ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും വിരൽത്തുമ്പിന്റെ പുറകിൽ നിർത്താൻ കഴിഞ്ഞുവെങ്കിലും ലോകം കണ്ട ഏറ്റവും വലിയ നായകന്മാരുടെ പരാജയത്തിന്റെ പാത എവിടെയാണ് എന്ന് തിരഞ്ഞു നോക്കിയാൽ നല്ല രീതിയിൽ മരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അനുയായികളാൽ തിരസ്കൃതമാക്കപ്പെട്ട് ആരാണോ സ്നേഹിച്ചത് അവർ തന്നെ അവസാന കാലഘട്ടത്തിൽ കൈയൊടിഞ്ഞ് അവരുടെ അടുക്കൽ നിന്ന് മരണമേറ്റുവാങ്ങേണ്ടി വന്ന ലോകത്തിന്റെ നായകന്മാരെയാണ് ചരിത്രത്തിന് പരിചയമുള്ളതെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനായ ഏകാധിപതി എന്ന് ലോകം മുഴുവനും വിശേഷിപ്പിച്ച സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ പോലും 1945 ഏപ്രിൽ 30-ാം തീയതി ആയിരക്കണക്കിന് അനുയായികളെ തന്റെ ഉന്മാദ ലഹരിയുടെ പുറകിൽ അണിനിരത്തി അഡോൾഫ് ഹിറ്റ്ലർ പോലും അവസാനം മരിക്കുന്ന നേരം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന 1945 ഏപ്രിൽ 30-ാം തീയതി അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അനുയായികൾ മുഴുവൻ കൈയൊടിഞ്ഞ് ആ മനുഷ്യന്റെ അവസാന നിമിഷത്തിന് സാക്ഷിയാകാൻ അയാളുടെ കാമുകി ഇവാ ബ്രൗണും അയാൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു വളർത്തു നായുമല്ലാതെ മൂന്നാമതൊരാളില്ലായിരുന്നു എന്ന് ലോകചരിത്രം രേഖപ്പെടുത്തുമ്പോ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയുടെ മരണസമയത്ത് സ്വന്തം അനുയായികളാൽ തിരസ്കൃതമാക്കപ്പെട്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കഥയാ പറയാനുള്ളതെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ധീരനായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് പോലും വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് എതിരാളികളാൽ പിടിക്കപ്പെട്ട് അനുയായികൾ മുഴുവനും കൈയൊടിഞ്ഞ് അവസാനം യുദ്ധക്കപ്പലിൽ പായ്ക്കപ്പലിൽ കയറ്റി സമുദ്രത്തിലൂടെ ഒളിച്ചു കടത്തപ്പെട്ട് ആ കപ്പലിൽ കിടന്ന് അവസാന നിമിഷം ഒരു നേരത്തെ വെള്ളം പോലും കുടിക്കാനില്ലാതെ മരിച്ചുപോയ കടയാ അലക്സാണ്ടർ അടക്കമുള്ള ബോണപ്പാർട്ട് അടക്കമുള്ള ലോകചരിത്രത്തിന്റെ നായകന്മാർക്ക് പറയാനുള്ളതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനൊരു നേതാവിനെ പരിചയപ്പെടുത്തി തരട്ടെയോ? ആ നേതാവാരെന്നറിയോ? ആ നേതാവിന്റെ അനുയായി ഈത്തപ്പഴത്തോട്ടത്തിൽ തന്റെ കത്തികൾ കൊണ്ട് ഈത്തപ്പഴം മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പ്രിയപ്പെട്ട മകൻ വന്ന് ഓടി വന്നിട്ട് പറയുന്നത്, ഉപ്പാ തൂഫിയ റസൂലുള്ളാഹ്, ഉപ്പാ തൂഫിയ റസൂലുള്ളാഹ്.
അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന ലോകത്തൊരു അനുയായികൾക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ കഥന വാർത്ത പറയുമ്പോ ആ സമയത്ത് ഈത്തപ്പഴത്തോട്ടത്തിൽ ഈത്തപ്പഴം മുറിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമായി ലോകത്ത് നിന്ന് വിടവാങ്ങിയെന്ന വേദനയുടെ ദുഃഖമറിഞ്ഞപ്പോ ആ സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന കത്തി താഴേക്കിട്ട് ആകാശത്തിലേക്ക് ദുആ ചെയ്തിട്ട് അല്ലാഹുവേ അല്ലാഹുമ്മ അദ്ഹിബ് ബസ്വരീ അല്ലാഹുമ്മ അദ്ഹിബ് ബസ്വരീ അല്ലാഹുവേ 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 ജനനത്തോടെ എന്റെ കണ്ണുകൾക്ക് കാഴ്ച തന്ന റബ്ബേ അല്ലാഹുവിന്റെ റസൂലില്ലാത്ത എന്റെ നേതാവില്ലാത്ത മദീന എനിക്ക് നീ കാണണ്ട എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് കൈകൊടിയെത്തിയിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ സമയം തന്നെ നശിപ്പിക്കണേ അല്ലാ അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീന എനിക്ക് നീ കാണണ്ട എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു നേതാവ് മരിച്ചപ്പോൾ ആ സമയത്ത് എന്റെ നേതാവില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു സ്വന്തം കാഴ്ചശക്തി പോയി കളയാൻ ആ കാഴ്ചശക്തി തളർന്ന തമ്പുരാനോട് ദുആ ചെയ്ത ഒരേ ഒരു അനുയായ ലോകത്തേതെങ്കിലും ഒരു നേതാവിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നേതാവാണ് ആരെന്നറിയുമോ? ആ നേതാവാണ് സാക്ഷാൽ മുഹമ്മദ് അസദ് പോലും റൗള ശരീഫിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് പച്ചക്കുപ്പയുടെ കീഴിൽ അന്തിയുറങ്ങുന്ന നേതാവേ, അങ്ങയുടെ അനുയായികളെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും തന്നെ അനുയായികൾ ഇത്രത്തോളം സ്നേഹിച്ചിട്ടില്ലെന്ന് സാക്ഷാൽ മുഹമ്മദ് അസദ് പോലും പറഞ്ഞു പോയ ഫഗ്മീബ ബസ്ലി വാഖിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മലപ്പുറത്തിന്റെ സ്ഥിരാകേന്ദ്രമായ പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അനുരാഗവും അഭിലാഷവും അഭിലാഷയും മനസ്സിൽ നിറച്ചുകൊണ്ട് കിടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തെ ചെറുപ്പക്കാര് ഈ ഏറ്റവും വലിയ ഹുബിന്റെ അടയാളമേടാ. ഈ 2 മണിക്കൂർ നമ്മൾ ഇവിടെ ഹുബ്ബ് റസൂലിന്റെ പ്രഭാഷണം നടത്തുമ്പോ വെറുതെ ആളുകളുടെ പെരുപ്പം പറഞ്ഞ് അഭിമാനം കൊള്ളാനല്ല, പിന്നെ എന്താ അനുരാഗത്തിന്റെ അടയാളം മനസ്സിലോട്ട് കടത്തിക്കൊണ്ട് തന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നേതാവിനെ കാണാൻ കഴിയില്ല. എന്താ അനുരാഗം? എന്താ ഞാൻ പറയുന്നത്? വെറും ഒരു പ്രഭാഷണത്തിനപ്പുറം സ്നേഹത്തിന്റെ അടയാളം എന്താ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹിതന് 3 അടയാളം ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ 3 അടയാളം ഇൻഷാ അല്ലാഹ് ഇന്ന് ഹുബ്ബ് റസൂൽ പ്രഭാഷണത്തിൽ നമ്മൾ പറയും. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾക്ക് സ്നേഹമില്ലെങ്കിൽ അവന് 2 വിപത്ത് അവന്റെ ജീവിതത്തിൽ വരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വന്ന ആളുകളുടെ കഥയും പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ. ആദ്യമായി ഇപ്രാവശ്യത്തെ ഹുബ്ബ് റസൂലിന്റെ പ്രഭാഷണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ഏതാ? ഈ നബിദിനത്തിന്റെ സന്ദേശം ഏതാ? ആ സന്ദേശം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. പോരെ? 2 സന്ദേശം പറയണം. ഒന്ന്, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു പെൺകുട്ടികളെ കോളേജിൽ വിടാൻ പേടിയാകും. ഇന്ന് മാതാപിതാക്കൾ മക്കളെ നഴ്സറിയിൽ വിടാൻ പേടിയാകുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ വിടാനല്ല, മക്കളെ നഴ്സറിയിൽ വിടാൻ വല്ലാതെ പേടിയാണ് എന്ന് മാതാപിതാക്കൾ ആശങ്കയോടെ നോക്കുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ പട്ടാപ്പകലിലും ഓടുന്ന ട്രെയിനിലും ചീറിപ്പായുന്ന ബസ്സിലും പീഡിപ്പിക്കപ്പെടുന്ന മാനം നഷ്ടപ്പെടുന്ന പെണ്ണിനെ പാതിരാ സമയത്ത് ഇപ്രാവശ്യ പുതുവത്സര ആഘോഷത്തിന്റെ നടുവിൽ പോലും സിംഗപ്പൂർ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വരുമ്പോ ഇന്ത്യ രാജ്യം കാത്തു സൂക്ഷിച്ചിരുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ദാർശനികതയെ എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീ എവിടെ ആദരിക്കപ്പെടുന്നു അവിടെയാണ് ദേവന്മാര് പ്രസാദിക്കുന്നത് എന്ന് ലോകത്തോട് പറഞ്ഞുകൊടുത്ത ഭാരത ദർശനം ലോകത്തിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കുമ്പോ പെണ്ണെന്ന് പറഞ്ഞാൽ അവളെ മാനം കെടുത്താനുള്ളവനാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ ആധുനിക ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദർശനം ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ഈ ഹുബ്ബ് റസൂലിൽ ഒന്ന്, സ്വന്തം അനുയായികൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോ ആ സമയത്ത് വെട്ടാൻ പോകുന്നവനോടുള്ള എതിരാളിയോടുള്ള വൈരം മുഴുവനും മനസ്സിൽ നിറച്ചു നിൽക്കുമ്പോഴും അവന്റെ കരുത്തു വെട്ടിയെടുക്കാനുള്ള ആയുധത്തിന് മൂർച്ച കൂട്ടി സ്വന്തം അനുയായിയുടെ കരുത്തെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അനുയായികളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, കുലൂ ബിസ്മില്ലാ വഖുദൂ ഫീ സബീലില്ലാ വലാ തഖ്തുലൂ ശൈഖൻ കബീറ വലാ ഇംറഅതൻ വലാ ജാരിയതൻ വലാ റാഗിബൻ ഫീ സബീലില്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എതിരാളിയുടെ തലകൊയ്യാൻ വൈരം മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കാത്തുവെക്കുമ്പോഴും കുലൂ ബിസ്മില്ലാ,
അള്ളാഹുവിന്റെ നാമത്തിൽ ആഹാരം കഴിക്ക്. കാരുണ്യവാനായ തമ്പുരാന്റെ മാർഗത്തിൽ നടന്നു പോക്. വലാ തഖ്തുലൂ ശൈഖൻ കബീറ, വൃദ്ധന്മാരോട് അക്രമം കാണിക്കരുത്. വലംറഅതൻ, പെണ്ണിനോടും അക്രമം കാണിക്കരുത്. നീ കടന്നു പോകുന്ന വഴിയിൽ തലകൊയ്യാൻ കാത്തിരിക്കുന്ന എതിരാളിയുടെ ഭാര്യയെ നിന്റെ മുമ്പിൽ കണ്ടാലും നിന്റെ എതിരാളിയുടെ ഭാര്യയോട്, അവന്റെ സഹോദരിയോട്, അവന്റെ ഉമ്മയോട്, എതിരാളിയുടെ ഭാര്യയോട് പോലും അവൾ പെണ്ണാണെങ്കിൽ വലംറഅതൻ, ഒരു പെണ്ണിനോട് അക്രമം പാടില്ല എന്ന് സ്വന്തം സമുദായത്തിനോടല്ല, സ്വന്തം മതത്തിനോടല്ല, സ്വന്തം പെങ്ങളോടല്ല, നീ കൊല്ലാൻ കാത്തിരിക്കുന്ന എതിരാളിയുടെ ഭാര്യയോട് പോലും, അവന്റെ പെങ്ങളോട്, അവന്റെ അമ്മയോട്, അവന്റെ ഉമ്മയോട് അക്രമം പാടില്ല എന്ന് തന്റെ അനുയായികളെ പഠിപ്പിച്ചു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ ദർശനം ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ചൂട് പിടിക്കുകയാണ് ലോകം. രണ്ടാമത്തെ ചൂട്, ഭൂമിയിൽ വെള്ളമില്ല. ഭൂമിയിൽ വെള്ളമില്ല. ഇന്നത്തെ നാളെ നമുക്ക് പറയാനുണ്ടാകണം, ഈ 2013 ഹുബ്ബുർ റസൂലിന്റെ സന്ദേശം ഏതാ? ലോകത്ത് വെള്ളമില്ല. കേന്ദ്രമന്ത്രി ശരത് പവാർ പറഞ്ഞത് കേരളത്തെ പോലും വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ലഭ്യമാകുന്ന മഴയുടെ 25% കുറവ് വന്നാലാണ് ഒരു പ്രദേശത്തെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുക. ഭാരതപ്പുഴയും ചാലിയാറും നിളാനദിയും ഒക്കെ കളകളാരവം മുടക്കിക്കൊണ്ട് പുഴഞ്ഞൊടുകിയ ഈ കേരളം, ഏറ്റവും വലിയ മഴയുടെ ലഭ്യതയുടെ ഈ കേരളം പോലും വരൾച്ചാബാധിത പ്രദേശത്തിന്റെ ലിസ്റ്റിലോട്ട് കടന്നുപോയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് മുനിസിപ്പാലിറ്റിയിലും ഏത് ട്രാൻസ്പോർട്ട് ബസിന്റെ മുകളിലും വെള്ളം അമൂല്യമാണ്, ജലം അമൂല്യമാണ്, പാഴാക്കരുത് എന്ന് പരിസ്ഥിതി കമ്മിറ്റി പോലും അതിനുവേണ്ടി ലോകത്തിന്റെ മുമ്പിൽ ജലം അമൂല്യമാണ് എന്ന് പറയുമ്പോ, ലോകാവസാനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇനിയൊരു 3ാം ലോകമഹായുദ്ധം ഉണ്ടായാൽ അമേരിക്ക എന്ന ലോക പോലീസ് യുദ്ധം ചെയ്യുന്നത് സിറിയയോടായിരിക്കില്ല, ഇറാഖിന്റെ പേരിലായിരിക്കില്ല, അഫ്ഗാന്റെ പേരിലായിരിക്കില്ല, ബശാറുൽ അസദിന്റെ പേരിലായിരിക്കുകയില്ല. ഇനി ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടായാൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് ലോകത്തിന്റെ പ്രപഞ്ചശാസ്ത്രജ്ഞ മുന്നറിയിപ്പ് നൽകുമ്പോ, ഈ വെള്ളമില്ലാത്ത ലോകത്തോട്, വരൾച്ചയുന്ന ലോകത്തോട് നാം പറഞ്ഞു കൊടുക്കണം, ഈ ഹുബ്ബുർ റസൂലിൽ 2 ലിറ്റർ വെള്ളം കൊണ്ട് കുളിച്ച് കാണിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 2 ലിറ്റർ വെള്ളം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ കുളിച്ചു കാണിച്ചു കൊടുത്തിട്ട് ഈ ജലം അമൂല്യമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സന്ദേശം ലോകത്തോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ചോദിക്കും, 2 ലിറ്റർ വെള്ളം കൊണ്ട് കുളിച്ച അശുദ്ധി മാറുമോ? അതിന്റെ മറുപടി, എങ്ങനെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് നമ്മെ പഠിപ്പിച്ച അതേ നബി തന്നെയാണ് 2 ലിറ്റർ വെള്ളം കൊണ്ട് കുളിച്ചു കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് ജലത്തിന് പുതിയ സ്രോതസ്സുകളില്ല, കിട്ടുന്ന ജലം അമൂല്യമായി സൂക്ഷിക്കുക എന്ന് പഠിപ്പിച്ചു കൊടുത്ത നിങ്ങൾ ദുർവ്യയം കാണിക്കരുത്. നബിയെ, ദീനിൽ ദുർവ്യയമുണ്ടോ? അതെ, അള്ളാഹുവിന്റെ മുമ്പിൽ നീ നിസ്കരിക്കാൻ പോകുമ്പോ കടലിൽ പോയി അംഗസ്നാനം ചെയ്താലും 3ലധികം പ്രാവശ്യം നിന്റെ അവയവങ്ങൾ കഴുകുന്നത് അത് അമിതവ്യയമാണ്, ജലം അമൂല്യമാണ് എന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങൾ ആധുനിക ലോകത്തിന് മുമ്പിൽ പകർത്തി കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ 2013 ഹുബ്ബുർ റസൂലിന്റെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കാനല്ല, ഇന്നു മുതൽ ജലത്തിന്റെ ദൗർലഭ്യം കണക്കെടുത്ത് നമ്മൾ സ്വയം ജലത്തെ സൂക്ഷിക്കുന്ന ഒരു നല്ല മുത്തക്കിയായി മാറണം. അള്ളാഹുവിനാക്കി തരട്ടെ. എന്റെ പൊന്നുമുഅ്മിനീങ്ങളെ, തൊപ്പിയും താടിയും വെക്കൽ മാത്രമല്ല സുന്നത്ത്. അള്ളാന്റെ റസൂല് പറഞ്ഞതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ നിന്ന് പാപ്പ് തുറന്നു വിടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്റെ ഹബീബ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ സ്പീഡ് അല്പം കുറച്ചാലും അത് സുന്നത്താണ്. പക്ഷെ സുന്നത്തിന് നിർവചനം കൊടുക്കുമ്പോ നമുക്ക് പലപ്പോഴും നമ്മുടെ ബാഹ്യമായ പ്രകടനങ്ങളാണ് സുന്നത്ത് എന്ന് കരുതി പോകുന്ന ആളുകളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്താ സ്നേഹത്തിന്റെ അടയാളം? എന്താ? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويضع عنهم إصرهم والأغلال التي كانت عليهم. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരനായ ലോകത്തിന്റെ പ്രവാചകനെ പിൻപറ്റിയവരെ,
ആ പ്രവാചകൻ ലോകത്തോട്ട് കടന്നു വന്നത് എവിടേക്കാ? തൗറാത്തിലും ഇഞ്ചീലിലും ലോകത്തിന്റെ നേരത്തെ തന്നെ സുവിശേഷയാത്ര അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബിയും ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബിയും വരാൻ പോകുന്നു എന്ന് സുവിശേഷത്തിന്റെ വാർത്ത അറിയിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് ലോകത്തേക്ക് വന്നതെന്തിനാ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ തിരുപ്പിറവി ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിലൂടെ വന്നതെന്തിനാ? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നന്മയുടെ വക്താവായി തിന്മയുടെ വിഭാടകനായി മക്ക ഖുറൈശികളെ മാനവരെ 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 വയലഉ അൻഹും ഇസ്റഹും. നിങ്ങളുടെ ചുമലിലെ എല്ലാ ചുമതലകളും പുറത്തേക്ക് മാറ്റി, എല്ലാ വേദനകളും എല്ലാ ചുമടുകളും വെളിയിലിറക്കി. വല്ലഗിലാലല്ലതീ കാനത അലൈഹിം. നിങ്ങളുടെ മേൽ ബന്ധിക്കപ്പെട്ട അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ മുഴുവനും മുറിച്ചു മാറ്റി ഈ ലോകത്തിൽ നിങ്ങളെ സ്വതന്ത്രത്തിന്റെ നീതിബോധത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പ്രവാചകനായി വന്ന അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? ഖുർആൻ പറയുന്നു, ഫല്ലദീന ആമനൂ ബിഹി. ആ റസൂലുള്ളാഹിനെ വിശ്വസിച്ചവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചിട്ട് ആ പ്രവാചകന്റെ റിസാലത്തിനെ മനസ്സിലേറ്റെടുത്തവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് വിശ്വാസമുണ്ടോ? ആ പ്രവാചകനോട് ഹുബ്ബുണ്ടോ? അനുരാഗത്തിന്റെ അടയാളം എന്താ? ഹുബ്ബിന്റെ അടയാളം എന്താ? ആ ഹുബ്ബ് പഠിപ്പിച്ച അല്ലാഹ് തന്നെ പറയുകയാ, വല്ലദീന ആമനൂ ബിഹി. ആ പ്രവാചകനെ നിങ്ങൾ അചഞ്ചലമായി വിശ്വസിക്കുന്നവരാണോ? ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടതെന്താ? അല്ലാഹ് തന്നെ പറയട്ടെ, സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളമേടാ, വഅസ്സറൂ ഐ വക്കറൂ. അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുക കേവലം വിശ്വാസമല്ല, കേവലം പ്രകടനമല്ല, കേവലം പ്രഖ്യാപനമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാണ്, റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? അനുരാഗത്തിന്റെ അടയാളം എന്താ? ആ സ്നേഹമുണ്ടെന്ന് പറയൽ മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയൽ മാത്രമല്ല, വഅസ്സറൂ. ആ പ്രവാചകനെ ബഹുമാനിക്കാൻ തയ്യാറാവുക. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വല്ലാത്ത ബഹുമാനം ഉണ്ടാവുക. ആ ബഹുമാനത്തിന്റെ അടയാളമേടാ? അല്ലാഹ് തന്നെ പറയുകയാണ്, ഞാൻ തന്നെ ബഹുമാനിച്ച പ്രവാചകനില്ലേ, ആ പ്രവാചകനെ ബഹുമാനിച്ചതാരാ? സഹോദരങ്ങളെ, പ്രവാചകനോടുള്ള ബഹുമാനം ഈ ഭുവനത്തിലല്ല, ഈ ഗഗനത്തിലല്ല, ഈ മണ്ണിന്റെ താഴെയല്ല, ഈ ആകാശത്തിന്റെ മുകളിലല്ല. ആ പ്രവാചകനെ ബഹുമാനിച്ചതാരാ? അല്ലാഹ് തന്നെ പറയുകയാണ്, ഞാൻ തന്നെ ബഹുമാനിച്ച എന്റെ ഹബീബില്ലയോ, വകാന കാബ കൗസൈനി ഔ അദ്നാ. ആകാശവും കടന്ന് ഭൂമിയും കടന്ന് ബഹുമാനത്തിന്റെ ഏറ്റവും മണ്ഡലത്തിലോട്ട് കടന്നുപോയ സഹോദരങ്ങളെ, ഉമ്മഹാനി റളിയല്ലാഹു തആലായുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഏറ്റവും വലിയ അതിദ്രുത ഗമനവാഹനമായ ബുറാക്ക് കൊണ്ടുവന്ന് കയറ്റിയിട്ട് നബിയെ ബഹുമാനത്തിന്റെ പരിധി താണ്ടുക, നബിയെ ബഹുമാനത്തിന്റെ പരിധി താണ്ടുക. സഹോദരങ്ങളെ, മക്കയും കടന്ന് ബൈത്തുൽ മുഖദ്ദസും കടന്ന് മസ്ജിദുൽ ഹറാമും കടന്ന് ഏഴാകാശവും കടന്ന് അലയാലകളുടെ മുകളിലേക്ക് ദുതഗമന വാഹനത്തിൽ ബഹുമാനത്തിന്റെ സീമകൾ താണ്ടിയ ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് ആകാശം താണ്ടി ഏഴാകാശം താണ്ടി നെപ്റ്റ്യൂണും താണ്ടി ചൊവ്വയും താണ്ടി വ്യാഴവും താണ്ടി ഈ ലോകത്തിന്റെ ഏഴൊക്കെ പ്രപഞ്ചങ്ങളുണ്ടോ? ഏഴൊക്കെ പ്രപഞ്ചമാ, ഏഴൊക്കെ പ്രപഞ്ചമാ. ആ പ്രപഞ്ചത്തിന്റെ സർവ്വസീമകളും താണ്ടി ഏഴാകാശം താണ്ടി ആകാശത്തിനേക്ക് അപ്പുറത്തേക്ക് എന്താ? പ്രപഞ്ചത്തിന്റെ അതിർത്തിയേടാ. ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസ ലോകത്തിലേക്ക് ഒരു വലിയ ഉപഗ്രഹം പറഞ്ഞു വിട്ടത് ആകാശത്തിലേക്ക് 4 മാസം കഴിഞ്ഞ് ഗവേഷണ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞ ശനിയാഴ്ച നാസയിലേക്ക് തിരിച്ചെത്തിയ ഏറ്റവും വലിയ ഉപഗ്രഹം കൊടുത്ത കണക്കെന്താണെന്നറിയോ? പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ കാത്തുനിന്ന നാസയുടെ ഗവേഷണ ലോകത്തോട് ആ ഉപഗ്രഹം കൊടുത്ത വിവരം എന്താണെന്നറിയോ? ഈ ഭൂമിയെ പോലെ 1400 കോടി ഗ്രഹങ്ങൾ, 1400 അല്ല, 1400 ലക്ഷമല്ല, ഈ ആകാശത്തിന്റെ സീമകളിൽ എവിടെയോ ഭൂമിയുടെ സ്വഭാവത്തിന് സമാന സ്വഭാവമുള്ള 1400 കോടി ഭൂമികളുടെ ഗ്രഹങ്ങളുണ്ടെന്ന്
നാസയുടെ പുതിയ ഗവേഷണം കഴിയുമ്പോ സഹോദരങ്ങളെ 1400 കോടി ഗോളങ്ങളും കടന്ന് ആലമുൽ ജബറൂത്തും കടന്ന് ആലമുൽ നാസൂത്തും കടന്ന് സിദ്റത്തുൽ മുന്തഹായിലെത്തി. ബഹുമാനം എവിടേക്കാ? എല്ലാം കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹായിലെത്തി. സിദ്റത്തുൽ മുന്തഹായിലെത്തിയപ്പോഴാണ് ഏഴാം ബഹറിന്റെയും ഏഴാം ആകാശത്തിന്റെയും സിദ്റത്തുൽ മുന്തഹായുടെയും ഇടയിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ബഹറുന്നൂർ. ആ സ്ഥലമാണ് ബഹറുന്നൂർ. ഏഴാം ആകാശം കഴിഞ്ഞിട്ട് ആകാശത്തിന് കടലുണ്ടത്രേ. ആ കടലിന്റെ പേരാണ് ബഹറുന്നൂർ. ആ കടല് കഴിഞ്ഞിട്ടാണ് സിദ്റത്തുൽ മുന്തഹ. പൊന്നു ചെറുപ്പക്കാരെ, ഉപ്പെന്ന് പറഞ്ഞാൽ വിശാലമായിട്ടറിയാനാണ്. ഏഴാകാശം കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിലൊരു കടലുണ്ട്. ആ കടലിന്റെ പുറത്താണ് സിദ്റത്തുൽ മുന്തഹ. ആ കടലിന്റെ പേരാണ് ബഹറുന്നൂർ, പ്രകാശത്തിന്റെ കടല്. അവിടെ എത്തിയപ്പോഴാണ് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ പറഞ്ഞത്, ഇല്ല നബിയേ ഇല്ല, ഇല്ല നബിയേ ഇല്ല. ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഇനി ജിബ്രീലിന് വരാൻ കഴിയില്ല നബിയേ. ആരാ പറയുന്നതാരാ? മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ. ആകാശസീമകളെ താണ്ടിക്കടന്ന ആകാശത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത മലക്കാണ് പറയുക. അവിടെ എത്തിയപ്പോഴാണ് ജിബ്രീൽ പറയുന്നത്, ഇനിയില്ല നബിയെ. ജിബ്രീൽ വരാത്ത സ്ഥലത്തേക്ക് ബഹുമാനം കൊടുത്തുയർത്തിയ പിന്നെയാണ് പോയത് നമുക്കറിയാത്ത ലോകം. അനന്യ സാധാരണമായ അഭൗമികമായ ദിട്ടികൾക്ക് ഗോചരമില്ലാത്ത, നയനങ്ങൾക്ക് ദർശനമല്ലാത്ത എല്ലാ ലോകങ്ങളും കടന്ന് മലക്കൂത്തി وسرائر الناسوت والجبروت أين مدرس مسجد اللاهوت كم من لدنين هواه علوما صلوا عليه وسلموا تسليما. ആലമുൽ ജബറൂത്തും കടന്ന് ആലമുൽ നാസൂത്തും കടന്ന് അവസാനം അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ട് താഴത്തെത്തി. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകളെ കൊണ്ട് എത്ര മലക്കുകളാ, എത്ര മലക്കുകളാ എണ്ണമറിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അല്ലാഹുവിന്റെ പട്ടാളത്തിന്റെ എണ്ണം മനുഷ്യ നിനക്കറിയില്ല. എണ്ണമറിയാത്ത മലക്കുകളെ കൊണ്ട് അഭിനന്ദനം പറഞ്ഞ്, അഭിവാദ്യം പറഞ്ഞ്, ആദരവ് പറഞ്ഞ്, എല്ലാം പറഞ്ഞ് അവസാനം ഒരൊറ്റ രാത്രിയുടെ യാമം കൊണ്ട് ലോകത്തിന്റെ ഈ ഭൂമിയുടെ നടുവിലേക്ക് ബഹുമാനത്തിന്റെ താക്കോലും കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ട എന്റെ പ്രവാചകനില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മൂസാ നബി തൂരിസീന പർവ്വതം വരെയുള്ളൂ. സഹോദരങ്ങളെ, ഈസാ നബി ആകാശത്ത് നിന്ന് വന്ന ഭക്ഷണത്തരിക കയ്യിൽ വാങ്ങിച്ച ആളാ. എല്ലാം കടന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിലെത്തിയ ഒരേ ഒരു ഖൽഖുണ്ടോ, ആ ഖൽഖാണ് സയ്യിദുൽ ഖൽഖി സയ്യിദുൽ ഖലായിഖി നബി വ ഹബീബി ശഫീഇ റസൂലുള്ളാഹ്. ആകാശലോകത്തിന്റെ സർവമണ്ഡലങ്ങളും ഒരു രാത്രി ചുറ്റിക്കാണിച്ചിട്ട് ഞാൻ ബഹുമാനിച്ച എന്റെ നബിയെ വഅസ്സറൂ, നിങ്ങളും ബഹുമാനിക്കുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ സലാത്ത് മനസ്സിൽ നിന്ന് മാറി നോക്കരുത്. ആരാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ? ആരാ? അനുരാഗത്തിന്റെ അടയാളം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ ഖുർആൻ പറഞ്ഞത് എന്താ? വഅസ്സറൂ, അല്ലാഹുവിന്റെ പ്രവാചകനെ ബഹുമാനിക്കുക. പലപ്പോഴും നമുക്ക് പറ്റിപ്പോയതെന്താ? അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസമുണ്ടെന്നല്ലാതെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ, അവിടുത്തെ ബഹുമാന്യമായ വ്യക്തിത്വത്തെ അറിയാൻ, ആ ബഹുമാന്യമായ വ്യക്തിത്വത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞതല്ല, ഒരൊറ്റ മനുഷ്യന്റെ പോലും അമലുകൾ സ്വീകരിക്കപ്പെടില്ല ഇല്ലാ ബിമഅരിഫത്തി ഹഖീ, എന്റെ യാഥാർത്ഥ്യം അറിഞ്ഞാലല്ലാതെ ഒരൊറ്റ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളിൽ ലോകത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ലാ ബിമഅരിഫത്തി ഹഖീ, എന്റെ യാഥാർത്ഥ്യം അറിഞ്ഞാലല്ലാതെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് യാഥാർത്ഥ്യമറിഞ്ഞ് സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആരോടാ? ആരോടാ?
അല്ലാഹു തന്നെ പറഞ്ഞതെന്താ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. വഅബ്ദുല്ലാഹ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണേ, എന്നോട് നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണേ. അല്ലാഹു തന്നെ പറയുക, എനിക്ക് ഇബാദത്ത് ചെയ്യണം, മാതാപിതാക്കളോട് ഗുണവും ചെയ്യണം. മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കണം, ഉമ്മയെ വല്ലാതെ സ്നേഹിക്കണം, ഉപ്പയെ വല്ലാതെ സ്നേഹിക്കണം. അത് വല്ലാത്ത സ്നേഹം. അതിന് പകരം വെക്കാൻ വേറൊരു സ്നേഹം ഉമ്മയോടുള്ള സ്നേഹം. അമ്മ എന്നുള്ള രണ്ടക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്ന രണ്ടക്ഷരത്തിലാണ് ഈ ലോകം മുഴുവനും. ഉമ്മയോട് സ്നേഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെയും നിങ്ങളുടെ വാപ്പയെയും സ്നേഹിക്കണം. അതേ അല്ലാഹു തന്നെ പറയുകയാ, പക്ഷേ ആ ഉമ്മയെയും വാപ്പയെയും സ്നേഹിക്കൽ ചിലപ്പോ പാപമാവും. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹു പറയുകയാണോ നബിയെ, പറഞ്ഞു കൊടുക്കുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങളുടെ ജീവിതത്തിൽ കരളിന്റെ കസനം പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളില്ലേ, കട്ടപ്പെട്ട് നിങ്ങളെ നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ ഉമ്മയില്ലേ, കട്ടപ്പെട്ട് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ വാപ്പയില്ലേ, ആ വാപ്പയോടും ഉമ്മയോടുമുള്ള നിങ്ങളുടെ സ്നേഹം അഹബ്ബൈലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കാൾ വലുതായി കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തിനേക്കാൾ വാപ്പയോടും ഉമ്മയോടുമുള്ള സ്നേഹമെങ്ങാനും അധികരിച്ചു പോയാ, അല്ലാഹു പറഞ്ഞതെന്താ? അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അവൻ പാപിയാണ്, പാപിയാണ്, പാപിയാണ്. ഏത് പാപിയാ? വെറും പാപിയല്ല, അവൻ ഹിദായത്ത് കിട്ടാത്ത ഫാസിഖാണെന്ന് ലോക സമൂഹമേ തിരിച്ചറിയുക. അവൻ ഹിദായത്ത് കിട്ടാത്ത ഫാസിഖാണെന്ന്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഉമ്മാനോട് സ്നേഹമുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തേക്കാൾ സ്വന്തം ഉമ്മയോടുള്ള സ്നേഹമെങ്ങാനും വലുതായി പോയാ, എന്റെ മലപ്പുറത്തെ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ കടന്നു വന്ന ജീർണതകൾ മുഴുവനും ജീവിതത്തിന്റെ അടയാളമാക്കി മാറ്റിയ ഈ ശണ്ഡീകരിച്ച യൗവനവുമായി അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ഇരുണ്ട തുരുത്തുകളിലൂടെ ദ്രുതഗമനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പ്രേമമാരോടാ, അനുരാഗമാരോടാ, അഭിലാഷമാരോടാ, അഭിവാഞ്ചാരോടാ, സ്വന്തം ഉമ്മയോടുള്ള സ്നേഹത്തേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ലേ? എന്നാൽ നീ ഹിദായത്ത് കിട്ടാതെ മരിച്ചു പോകുന്ന ഫാസിഖ. വെറും ഫാസിഖല്ല, വെറും തമ്മാടിയല്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അവൻ ഹിദായത്ത് കിട്ടാത്ത ഫാസിഖാണെന്ന്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, പൊന്നു ചെറുപ്പക്കാരെ, അതുകൊണ്ടല്ലേ ജറാഹി റഹ്മത്തുള്ളാഹി അലൈഹി, ജറാഹി റഹ്മത്തുള്ളാഹി അലൈഹി ബദർ യുദ്ധം നടക്കാൻ പോവുകയാ. ആ സമയത്താണ് ജറാഹ് ഉരുപ്പിടിച്ച വാളുമായി ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വന്നിട്ട് വെല്ലുവിളിച്ചത് എവിടെ? എന്റെ മകൻ അബൂബൈദ എവിടെ? ബദറിന്റെ രണാങ്കണത്തിൽ മുഹമ്മദിന്റെ ചാരത്ത് നിന്ന എന്റെ മകൻ അബൂബൈദ എവിടെ? ആ അബൂബൈദയെ, ആ അബൂബൈദയെ അവനോടല്ലാതെ ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുകയില്ല. സത്യാസത്യ ധർമാധർമ്മങ്ങൾ ഏറ്റുമുട്ടിയ ബദറിന്റെ രണാങ്കണത്തിൽ ഊരിപ്പിടിച്ച വാളുമായി പ്രിയപ്പെട്ട ജന്മം നൽകിയ പിതാവ് മകനെ അന്വേഷിച്ച് നടക്കുകയാ. എവിടെ? വിശ്വാസ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് മുഹമ്മദിന്റെ ചാരത്ത് നിന്ന എന്റെ മകൻ ജറാഹ് എവിടെ? അവനോടല്ലാതെ ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുകയില്ല. ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂബൈദയെ ചീത്ത വിളിക്കാൻ തുടങ്ങിയടാ തെമ്മാടി,
എവിടെയാ ഒളിച്ചു നിൽക്കുന്നത്? ജന്മം നൽകിയ വാപ്പയാ വിളിക്കുന്നത്, ഇറങ്ങി വാടാ. അബൂബൈദ റളിയല്ലാഹു അൻഹുവിനെ തെറി വിളിക്കുകയാ. സ്വന്തം പിതാവ് മുശ്രിക്കാ. അബൂബൈദ അനങ്ങിയില്ല. കുറെ കഴിഞ്ഞിട്ടും അബൂബൈദ തിരിച്ചിറങ്ങി വരാത്തപ്പോ, തന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരാത്തപ്പോ, ചീത്ത വിളിച്ചിട്ടും പ്രകോപിതരായി ഇറങ്ങി വരാത്തപ്പോ, ആ സമയത്ത് എന്ത് ചെയ്തെന്നറിയോ? അബൂബൈദാന്റെ ഉമ്മാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. നീ വഴിപടച്ച പെണ്ണിനുണ്ടായവളല്ലേടാ, ബദറിന്റെ രണാങ്കണത്തിൽ. ചരിത്രം ഇങ്ങനെയാണ് സഹോദരങ്ങള്. തന്നെ ചീത്ത വിളിച്ചിട്ട് അബൂബൈദ പ്രകോപിതനായില്ല. ആ സമയത്താണ് അബൂബൈദ എന്ന തന്റെ മകനെ പ്രകോപിതനാക്കി തെരുവിലിറക്കാൻ തുടങ്ങി. തന്റെ ഉമ്മയെ ജറാഹിന്റെ ഭാര്യ തെറി വിളിച്ചു. നൊന്ത് പ്രസവിച്ച ഉമ്മയെ ചീത്ത വിളിച്ചിട്ടും ജറാഹിന്റെ മുമ്പ് അബൂബൈദ റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല. രക്തം ചൂടുപിടിച്ചില്ല. അവസാനം ഉമ്മയോട് സ്നേഹമില്ലാത്തവനാരാ? ഞാനൊന്ന് ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഏത് കൂട്ടുകാരനാണെങ്കിലും ഒരു ദുർബല നിമിഷത്തിന് സ്വന്തം ഉമ്മാനെ ചീത്ത പറഞ്ഞ, പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റാത്തവനാരാ? രക്തം തിളക്കാത്തവനാരാ? ആ സമയത്ത് ഉമ്മാനെ ചീത്ത പറഞ്ഞിട്ടും അബൂബൈദ അനങ്ങിയില്ല. തന്നെ ചീത്ത പറഞ്ഞാലും ഉമ്മാനെ ചീത്ത പറഞ്ഞാലും അബൂബൈദ എന്ന മകൻ മുന്നോട്ട് വരില്ലെന്ന് മനസ്സിലായപ്പോ ആ സമയത്ത് ജറാഹ് എന്ത് ചെയ്തെന്നറിയോ? ഫബ്തദഅ ബിസബ്ബിൽ മുസ്തഫ അള്ളാന്റെ റസൂലിനെ ചീത്ത പറയാൻ തുടങ്ങി. എവിടെയാ നിന്റെ മുഹമ്മദ്, എവിടെ? സഹോദരങ്ങളെ, സഹിച്ചില്ല. സ്വന്തം ഉമ്മാനെ ചീത്ത പറഞ്ഞപ്പോ അനങ്ങാത്ത രക്തം തിളച്ചു. സഹാബത്ത് പറയുകയാണ്, പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ച, അബൂബൈദ ചാടി ഇറങ്ങുന്നത് കണ്ടു. കുറെ കഴിഞ്ഞപ്പോ ഊരിപ്പിടിച്ച വാളുമായി എന്റെ ഹബീബായ മുത്തായ മുസ്തഫാനെ ചീത്ത പറഞ്ഞ സ്വന്തം വാപ്പാടെ തല വെട്ടിയെടുത്ത് മാറ്റിയപ്പോ, അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അനുരാഗമെന്താ? സ്വന്തം ഉമ്മയെക്കാളേറെ, സ്വന്തം ഭാര്യയെക്കാളേറെ, സ്വന്തം കച്ചവടത്തെക്കാളേറെ. വഫീ ഖുലൂബിനാ ഹുബ്ബിൻ നബിയിൽ മുസ്തഫ. അബൂബൈദ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാ ബഹുമാനപ്പെട്ട സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി അബൂലുലുആന്റെ കുത്തേറ്റിട്ട് കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി. മണൽപ്പരപ്പിന് കുടൽമാല മുഴുവനെ ചിതറിത്തെറിച്ചുകൊണ്ട് രക്തത്തിൽ കിടക്കുമ്പോ ബോധം വീഴുമ്പോ ആളുകൾ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ മനിൽ ഖലീഫത്തു സാലിസ, മൂന്നാമത്തെ ഖലീഫയാരാ? നിങ്ങൾ വഫാത്താവുകയല്ലേ? ആരാ മൂന്നാമത്തെ ഖലീഫയാരാ? ഉമർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി കിടക്കുമ്പോ തൊട്ടു മുമ്പിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? ആരാന്ന് എനിക്കറിയില്ല, ചോദിക്കല്ലേ. പക്ഷെ അബൂബൈദ എങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, മൂന്നാമത്തെ ഖലീഫയാകാൻ യോഗ്യനാരാ? അബൂബൈദത്ത് ബിനുൽ ജറാഹ്. കാരണമെന്താ? ഹുബ്ബിൻ നബിയിൽ മുസ്തഫ. അള്ളാന്റെ റസൂലിനോട് ഹുബ്ബുള്ള മനുഷ്യനാ. അതുകൊണ്ട് അബൂബൈദ ജീവിച്ചിരുന്നെങ്കിൽ അബൂബൈദ ഖലീഫയാകട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാന്റെ റസൂലിനോട് സ്നേഹം വേണം. ഏതിനേക്കാളേറെ? സ്വന്തം ഉമ്മയോടുള്ളതിനേക്കാളേറെ ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കണം. ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ലാ ബിമഅരിഫത്തി ഹഖി, എന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. അങ്ങനെ അറിയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മഅരിഫത്ത് അറിയാൻ പറ്റുമോ? അങ്ങനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ. ഇത് ഹുബ്ബ് റസൂലിന്റെ പ്രഭാഷണമാണ്. താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബയെ ബദർ തുജാ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ, വനബിയോ മെ റഹ്മത്ത് ലകപ്പാനെ വാലാ, മുറാദേ ഗരീബോ കി ബൽഗാനെ വാലാ. ഈ നബിയുടെ റഹ്മത്തിന്റെ തണലിലൂടെ നടന്നുപോയവരെ ആ പ്രവാചകന്റെ അവദാനങ്ങൾ പാടിപ്പുകറ്റാൻ പറയുമോ? മദന മനമുടി അടകും നബിയുടെ മധുഹു മുര ചെയ്തു മുടിയുമോ?
ശുജായി മുഹമ്മദ് മുസ്ലിയാർ ചോദിച്ച പോലെ മദന മനമുടി അഴകും നബിയുടെ മധുഹു മുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ മധുഹ് പറഞ്ഞ് തീർക്കാൻ ആർക്കാണ് കഴിയുക? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണമെങ്കിൽ ഒരൊറ്റായത്ത് അറിയണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ആയത്ത് അറിഞ്ഞാൽ മതി. വമാ അർസൽനാക, അങ്ങേ ഞാൻ അയച്ചിട്ടില്ല നബിയെ ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. ഈ ആയത്ത് അറിയാത്ത ഏതൊരു മുസ്ലിമീങ്ങൾ ഉണ്ടാവോ? ഖുർആനിൽ ചില ആയത്തുണ്ട്, ആ ആയത്തിന്റെ അർത്ഥമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണ അങ്ങനെ ഓതുന്ന ആളുകളുമല്ല, എന്നാലും ആ ആയത്ത് നമുക്ക് വലിയ പരിചയമായിരിക്കും, ഇല്ലേ? അങ്ങനെ ചില ആയത്തുകളുണ്ട്, നമ്മളത് ഓതുന്നവരോ അതിന്റെ അർത്ഥം അറിയാവുന്നവരല്ല. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാദ ഫൗസൻ അദീമാ. ഈ ആയത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാവോ? എന്നാൽ ഒരു കേവല ശരാശരി മുസ്ലിമിന് അറിയാം ഈ ആയത്ത് കേട്ട അതിന്റെ അർത്ഥം എന്താ? വെള്ളിയാഴ്ച റോഡിൽ നിൽക്കുന്നവൻ പള്ളിയുടെ മുറ്റത്ത് കയറാനുള്ള ആയത്താണ്. ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം ഒന്നും നമുക്കറിയില്ല, പക്ഷെ ഒന്ന് നമുക്കറിയാം, ഇത് പള്ളിയുടെ റോഡിൽ നിൽക്കുന്നവൻ മുറ്റത്ത് കയറാനുള്ള ആയത്ത്. ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞു. രണ്ടാമതൊരു ആയത്ത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅദുകും ലഅല്ലക്കും തദക്കറൂൻ. ഇത് കേട്ടാ നമുക്കറിയാം മുറ്റത്ത് നിൽക്കുന്നവൻ പള്ളിക്കകത്ത് കയറേണ്ട സമയമായി. മുറ്റത്ത് ഹൗദിന്റെ അവിടെ നിൽക്കുന്നവൻ പള്ളിക്കകത്ത്. ഈ രണ്ടായത്ത് നമുക്ക് പരിചിതമാണ്. അതേപോലെ നമുക്ക് ചില ആയത്തുകളുണ്ട്, അർത്ഥമൊന്നും അറിയില്ല, അതിന്റെ മകനെ അറിയില്ല, പക്ഷെ എന്താണെന്നറിയാം. അങ്ങനെ കേട്ട് തഴമ്പിച്ച ആയത്താണേത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ഒറ്റായത്ത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിനെ അറിയാൻ ലോകത്തിന് കഴിയില്ല. ആർക്കാ കഴിയുക? സർവ്വലോകത്തിനും കാരുണ്യമായ നബി അങ്ങ്. അതറിയണമെങ്കിൽ സർവ്വലോകവും എന്തറിയണം? സർവ്വലോകവും അറിയണം. സർവ്വലോകത്തെയും അറിയുക എന്നുള്ളത് മനുഷ്യന്റെ മുമ്പിൽ ഒരു മനുഷ്യന് സാധിക്കില്ല. അപ്പൊ പിന്നെ അള്ളാന്റെ റസൂൽ അറിയണം. അങ്ങനെ ഈ ഒറ്റ ആയത്ത് മതി, സർവ്വലോകം അറിയും. ഈ ആകാശത്തേക്ക് പോയി ഉപഗ്രഹമാണ് പറഞ്ഞത്, ഭൂമിയെ പോലെ സമാന സ്വഭാവമുള്ള 1400 കോടി ഗോളം ഈ ബഹിരാകാശത്തുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താ? ഈ 1400 കോടി ഗോളത്തിനും അള്ളാന്റെ റസൂല് കാരുണ്യം, അള്ളാന്റെ റസൂല്. അപ്പൊ പിന്നെ നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്രാപ്യമാണിത്. ആളുകൾ അന്തം വിട്ടു. 7-ാം ആകാശത്തിന്റെ ഈ സിദ്റത്തുൽ മുൻതഹയുടെ ഇടയിൽ ഒരു കടലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ പേരാണ് ബഹ്റുൻ നൂർ. ആകാശത്ത് കടല. ഇന്നലത്തെ നാസയുടെ റിപ്പോർട്ട് ചന്ദ്രനിൽ ഏറ്റവും വലിയ തടാകം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പറ്റിപ്പോയി. ഇന്നലത്തെ നാസയുടെ റിപ്പോർട്ട് ചന്ദ്രനിൽ ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ നദികളെക്കാൾ വലിയ തടാകം ചന്ദ്രനിലുണ്ടായിരുന്നു എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ, കാണാത്ത കാഴ്ചകളെ ലോകത്തിലെ തന്റെ 6th സെൻസ് 6-ാം ഇന്ദ്രിയത്തിന്റെ അകക്കണ്ണുകൊണ്ട് ലോക ദർശനത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുത്ത് ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച മസ്ജിദുൻ നബവിയുടെ താഴെ ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റിയിൽ ചാരിയിരുന്നിട്ട് ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് മനുഷ്യ ശരീരത്തിന്റെ നാഡീമിടുപ്പറിയാതെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ഇന്നലിൽ ഇൻസാനി 360 ജോയിന്റ് ഉണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഒരു മുളന്നണ്ട് വെച്ച് മേപ്പോട്ട് നോക്കാതെ ഈ ആകാശത്ത് ഇത്രയും വലിയ രഹസ്യങ്ങളുണ്ട്. 7-ാം ആകാശത്തിന്റെ ഈ സിദ്റത്തുൽ മുൻതഹയുടെ ഇടയിൽ ഒരു കടലുണ്ട്. അവിടെ എത്തിയപ്പോ ജിബ്രീലിനോട് ഇനി ഞാൻ വരുന്നില്ല നബിയെ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ ബഹുമാനിക്കാൻ കഴിയണം. അള്ളാഹു ബഹുമാനം നൽകട്ടെ. ആ ബഹുമാനമില്ലെങ്കിൽ ബഹുമാനിക്കണമെന്ന് ഖുർആനാ പറഞ്ഞേ. ഖുർആൻ നന്നായിട്ട് നന്നാകണമെങ്കിൽ ആര് നന്നാവണം? അബൂലഹബ് നന്നാവണം. ഖുർആൻ കേട്ടിട്ട് സ്നേഹിക്കണമെങ്കിൽ ആര് സ്നേഹിക്കണം? നന്നായിട്ട് കേൾക്ക്. കഥാപാത്രമൊക്കെ എപ്പോഴും കേൾക്കുന്നത് തന്നെയാണ്. അബൂലഹബ് കേൾക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ തൊട്ടടുത്ത് 16 വർഷം ഖുർആൻ കേട്ട ആളല്ലേ അബൂലഹബ്. സഹോദരങ്ങളെ, അബൂലഹബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബിൻ വംറതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ദീനിഹാ ഹബിലും മിൻ മസദ്. അല്ലാഹു പറയുകയാണ്, അബൂലഹബാരാ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം അബൂലഹബിന്റെ വീട്ടിലെത്തി. അബൂലഹബിനോട് പറഞ്ഞു, അബൂലഹബ് കഅബാലയത്തിലെ പൂജാരിയായ അബൂലഹബിന്റെ മുമ്പിലെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂലഹബേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ വിശ്വസിക്കണേ. കഅബാലയത്തിന്റെ 300 കോടി ദൈവങ്ങളുടെ മുമ്പിൽ ബലിയർപ്പിച്ച കഅബാലയത്തിന്റെ പൂജാരിയായിരുന്ന അബൂലഹബ് ചോദിച്ചു, മുഹമ്മദേ നിനക്ക് ഭ്രാന്താ? എടാ മുഹമ്മദേ, നീ ആരാ? ബഹുമാനം നഷ്ടപ്പെട്ടു പോയവന്റെ അവസ്ഥ. സ്വന്തം വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട പ്രവാചകൻ കടന്നു വന്നപ്പോ ബഹുമാനിക്കാൻ അറിഞ്ഞില്ല അബൂലഹബിന്. സഹോദരങ്ങളെ, 2 കഥകൾ കേൾക്കുക. അബൂലഹബ് ചോദിച്ചു, മുഹമ്മദേ നീ ആരാണടാ? കഅബാലയത്തിന്റെ പൂജാരിയായ എന്റെ വീട്ടിൽ വന്നിട്ട് അല്ലാഹനെ വിശ്വസിക്കാൻ പറയാ. നീ ആരടാ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കാരത്തോടെ അബൂലഹബ് ആട്ടിയിറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂലഹബ് പറഞ്ഞു, പത്രേ, ഏ മുഹമ്മദ്, എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ടോ? ഈ ആട്ടിൻകുട്ടി നിന്നെ വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കാമെടാ മുഹമ്മദ്. ആരാ പറയുന്നത്? അഹങ്കാരത്തോടെ അബൂലഹബ്, ഈ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടി വിശ്വസിച്ചാൽ നിന്നെ ഞാൻ വിശ്വസിക്കാമെടാ മുഹമ്മദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് മിണ്ടാപ്രാണിയായ ആട്ടിൻകുട്ടിയുടെ നേരെ നോക്കി. ആട്ടിൻകുട്ടി പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബൂലഹബിനെ അറിയാത്തത്, അബൂലഹബിന്റെ ഹൃദയത്തിൽ കയറാത്തത്, അബൂലഹബിന്റെ മുറ്റത്ത് കിടന്ന ആട്ടുംകുട്ടിയുടെ ഹൃദയത്തിൽ കയറി ആ പ്രവാചകനെ ബഹുമാനിച്ചു. സഹോദരങ്ങളെ, എന്റെ മനസ്സിലാ ബഹുമാനമില്ല. ആട്ടുംകുട്ടിയുടെ മനസ്സിലുണ്ടായ ബഹുമാനം, മാൻപേടയുടെ മനസ്സിലുണ്ടായ ബഹുമാനം, എന്തേ സഹോദരങ്ങളെ, ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റിക്ക് തോന്നിയ ബഹുമാനം എന്തേ ഉണ്ടായില്ല? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റിക്കുണ്ടായ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിൽ ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റി കൊണ്ട് റസൂലുള്ള മിമ്പർ ഉണ്ടാക്കി. ആ മിമ്പറിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ ഓതിയത്. സഹോദരങ്ങളെ, അങ്ങനെ ശ്രമകരമാണ് അതിന്റെ മുകളിൽ നിന്ന് ഖുത്ബ ഓട്. അവസാനം ആളുകൾ വന്നിട്ട് പറഞ്ഞു, സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, നത്തഖിദു ലക മിമ്പറന ജദീദാ, അങ്ങേക്ക് ഞങ്ങളൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിക്കോട്ടെ. ഒരു അൻസാരിയായ സ്ത്രീ പറയാൻ മരക്കശനം വഖഫ് ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന് ഒരു പുതിയ മിമ്പർ ഉണ്ടായി. ആ പടേ കയറി നിന്ന് ഖുത്ബ ഓതിയ ഈത്തപ്പന മരത്തിന്റെ കുട്ടി മസ്ജിദ് നബവിയുടെ ഇടത്തെ ഭാഗത്തേക്ക് മാറ്റിവെച്ചു. ആദ്യത്തെ പുതിയ മിമ്പറിന്റെ ഉദ്ഘാടനം അല്ലാഹുവിന്റെ റസൂല് മിമ്പറിന്റെ മുകളിൽ കയറി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഹാബത്ത് പറയുകയാണ്, സമീന സൗതന ഹരീന. ആ സമയത്ത് ഞങ്ങൾ അടക്കി പിടിച്ച ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു. എവിടെ നിന്നാണ് കരയുന്നതെന്നറിയില്ല. ഞങ്ങളെല്ലാവരും സഹാബത്തിന്റെ മുഖത്ത് നോക്കി. ആരുടെ കണ്ണുനീരും കണ്ണുനീര് പൊടിഞ്ഞിട്ടില്ല. ഹൃദയമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, സമീന സൗതന ഹനീന. ഞങ്ങളൊരു തേങ്ങി പിടിച്ച കരച്ചിൽ കേട്ടു. ദുഃഖം അടക്കി വെക്കാൻ കഴിയാതെ പഴയ ഈത്തപ്പന മരത്തിന്റെ കുത്തിയിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് നോക്കിയപ്പോ ആ കരച്ചിൽ തേങ്ങിക്കരച്ചിലായി. ആരോ അടക്കി പിടിച്ചതല്ല, തേങ്ങിക്കരയുന്ന ശബ്ദം കേട്ടു. അല്ലാഹുവിന്റെ റസൂല് മിമ്പറിൽ നിന്നിറങ്ങി ആ ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ ചാരത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഈത്തപ്പന മരത്തിന്റെ കുറ്റി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങനെ കൈവിട്ടോ നബിയേ, അങ്ങനെ ഉപേക്ഷിച്ച നബിയേ, ഇത്രയും നാൾ അങ്ങയുടെ റിസാലത്തിന്റെ കരം എന്റെ മേലായിരുന്നല്ലോ, അങ്ങയുടെ റിസാലത്തിന്റെ ശരീരത്തെ താങ്ങി നിർത്തിയത് ഞാനായിരുന്നല്ലോ, ഇന്ന് അങ്ങനെ ഉപേക്ഷിച്ച നബിയെ. ഒരു പുതിയ മിമ്പർ വന്നപ്പോ ഈ പഴയ ഈത്തപ്പന മരത്തിന്റെ കുറ്റി വേണ്ടെന്ന് വെച്ചോ നബിയെ. അല്ലാഹുവിന്റെ റസൂലായ ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിൽ തന്റെ റിസാലത്തിന്റെ കരമെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, പത്രേ, കരയുന്നതെന്തിനാ? ഈത്തപ്പന മരത്തിന്റെ കുറ്റിയെ കരയുന്നതെന്തിനാ? നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നിന്നെ പള്ളിയുടെ വെളിയിലല്ലേ കളയേണ്ടത്. ഈ ഇടത് ഭാഗത്ത് നിനക്ക് ഞാൻ പള്ളിയിൽ സ്ഥലം തന്നില്ലേ? നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു,
പറഞ്ഞ സഹാബ, ആ ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിൽ കൈവച്ചിട്ട് ഞാൻ ആശ്വസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കിയാമത്ത് നാൾ വരെ ഈത്തപ്പന മരത്തിന്റെ കുറ്റി ഇവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുമായിരുന്നുവെന്ന് ഫഹ്മീ വസ്നി വാഹിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് കൈതൊട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഉംറയ്ക്ക് പോകുമ്പോ മസ്ജിദ് നബവിയുടെ സ്വർണ്ണപ്പാത്തിയുടെ നാട് ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ കരച്ചില്, ആരും കാണാത്ത അശരീരിയുടെ കരച്ചില് ഇന്നും സിയാറത്തിന് പോകുന്ന ജനലക്ഷങ്ങൾ കേൾക്കുമായിരുന്നെന്ന്. അതല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ കൈവിട്ടോ ഹബീബേ? ഈത്തപ്പന മരത്തിന്റെ ഒരു കുറ്റിക്ക് തോന്നിയ ഹുബ്ബെന്തേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായില്ല? ആരാ? അബൂ ലഹബ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം വീട്ടിലോട്ട് കയറി വന്നപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ആട്ടിയോടിച്ച് അബൂ ലഹബ് ആരായി? സഹോദരങ്ങളെ, ഫിറഔൻ ചത്തതെങ്ങനെയാണെന്ന് ചരിത്രത്തിൽ രേഖയുണ്ട്. ഖാറൂൻ ചത്തതെങ്ങനെയാണ് ചരിത്രത്തിൽ രേഖയുണ്ട്. ഹാമാൻ ചത്തതെങ്ങനെയാണെന്ന് ചരിത്രത്തിൽ രേഖയുണ്ട്. സാക്ഷാൽ ഫറോവ ചത്തതെങ്ങനെയാ? ചെങ്കടലിൽ ഉപ്പുവെള്ളം വന്ന് അണ്ണാക്കിലോട്ട് ആഞ്ഞടിച്ചപ്പോ ആ സമയത്ത് ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ എന്ന് പറഞ്ഞിട്ടാണ് ഫിറഔൻ ചത്തതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഫറോവ ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. ഖാറൂൻ ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. ഹാമാൻ ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. ശദ്ദാദ് ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. പക്ഷേ അബൂ ലഹബ് ചത്തതെങ്ങനെയാണ് ചരിത്രത്തിലില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ശാപവാക്ക് പറഞ്ഞ അബൂ ലഹബ് അവസാനം വസൂരി പിടിച്ചു. അബൂ ലഹബിന് ശരീരം മുഴുവനും പുടുത്തു നാറാൻ തുടങ്ങി. ഏത് ചികിത്സ നടത്തിയിട്ടും ഭരിച്ചിട്ടില്ല. അവസാനം സർവ്വ ഡോക്ടർമാരും കൈയൊടിഞ്ഞ് നാട്ടുകാരും കൈയൊടിഞ്ഞ് ദുർഗന്ധം വന്ന വസൂരിയുമായി പുടുത്തു നാറിയ അബൂ ലഹബിനെ നാട്ടുകാർ ദുർഗന്ധം സഹിക്കാൻ കഴിയാട് ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ വലിഞ്ഞു കെട്ടി അബൂ ലഹബിനെ കൊണ്ടുപോയി മക്കയുടെ മലയടിവാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വസൂരി കല പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അബൂ ലഹബ് ചത്തൊടുങ്ങിയത് എങ്ങനെയാ? ചരിത്രം പഠിക്കണം. ഈത്തപ്പന മരത്തിന് പൊതിഞ്ഞു കെട്ടി പുടുത്തു നാറിയ അബൂ ലഹബിന്റെ ശരീരം മക്കയുടെ താഴ്വാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിപറവ ജാതികൾക്ക് കൊത്തി തിന്നാനായി, പരുന്തുകൾക്ക് കൊത്തിപ്പറിക്കാനായി, കാക്കകൾക്ക് അവശിഷ്ടമായി ആ മലയടിവാരത്തിൽ കിടന്നിട്ട് അബൂ ലഹബ് അവസാനം ചത്തതെങ്ങനെയാണ്? ചരിത്രത്തിൽ പോലും രേഖയില്ല. കാക്കയും കഴുകനും കൊത്തിവലിച്ച മാംസത്തുണ്ടായി അബൂ ലഹബ് ഈ ലോകത്ത് നിന്ന് അവശേഷിച്ചു പോയെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മുഅ്മിനീങ്ങളെ അനുരാഗം ബഹുമാനമാകണേ. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂ. അബൂ ലഹബിന്റെ വീട്ടിലോട്ട് കയറി വന്നപ്പോ അബൂ ലഹബ് ഇറക്കി വിട്ടു. പക്ഷേ വേറൊരു സ്ത്രീ അന്വേഷിച്ചു തന്നു. ആ സ്ത്രീ ആരായി? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഭൂജാതനായി. ആ സമയത്താണല്ലോ തനക്കസ്തമകിരൂബൻ ഫമാദാക കുല്ലനാ വമിൻ ഹുസനിനാ കദ്ദറതിൽ ബിസ്സുഹബി. അല്ലാഹുവിന്റെ റസൂൽ ആമിന ബീവിയുടെ വീട്ടിൽ ഭൂജാതനാവുകയാണ്. ജിബ്രീലു റവ്വാഹും ബിഹാദദ്ദാറു. ആ പ്രസവത്തിന് മേൽനോട്ടം വഹിച്ചിട്ട് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകളെ തയ്യാറെടുക്കുകയാണ്. ആ സമയത്താണല്ലോ കഅബാലയത്തിന്റെ വിഗ്രഹങ്ങൾ തകർന്നു വീണത്. സഹോദരങ്ങളെ, മങ്കൂസ് മൗലൂദിൽ പറയുന്ന ഈ ബൈത്തേടാ അയാസാന മല്ലീദിൽ ലദീ സഫഹുലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ മുവഹിദാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തുകൊള്ളുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ബിഅ്സത്തിന് മുമ്പുള്ള ആളുകൾ എല്ലാവരും മുശ്രിക്കുകളല്ല. ആണോ? അല്ലാഹുവിന്റെ റസൂല് നബിയായി വരുന്നതിന് മുമ്പ് മക്കയിൽ ജീവിച്ച എല്ലാവരും മുശ്രിക്കാണെന്ന് നമ്മൾ ധരിച്ചതാണ്. നമുക്ക് ചില അനുമാനങ്ങൾ നമുക്കുണ്ടായത്. ഒരു വലിയ പ്രശ്നമാണത്. റസൂലുള്ള വരുന്നതിന് മുമ്പുള്ള ആളുകളെല്ലാം മക്കക്കാരെല്ലാം മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് നമ്മൾ ചിലപ്പോൾ ധരിച്ചുപോയി. അതാണ് നമ്മുടെ ചില വിശ്വാസങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം. അല്ല, റസൂലുള്ള വരുന്നതിന് മുമ്പ് മുവഹിദീങ്ങളുണ്ട്. ഈസാ നബിയുടെ ഇഞ്ചീൽ അനുസരിച്ച് വരാൻ പോകുന്ന പ്രവാചകന്റെ ആഗമനം നന്നായിട്ട് മനസ്സിലാക്കി. ഈസാ നബിയുടെ ശരീഅത്ത് അനുസരിച്ച് വരാനിരിക്കുന്ന പ്രവാചകന് ഈസാ നബി തന്നെ പറഞ്ഞല്ലോ, ഞാൻ പോകായികയാൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരികയില്ല, ഞാൻ ഇരിക്കൊണ്ട് നിങ്ങൾ അവനെ കൊണ്ട് വിശ്വസിപ്പീൻ എന്ന് ബൈബിളിൽ പറഞ്ഞ
ബൈബിളിൽ പറഞ്ഞ് യേശു ക്രിസ്തു പറഞ്ഞു എന്ന് ക്രൈസ്തവര് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദ് കാല ഈസബിനു മറിയമയാബനി ഇസ്രായേൽ എന്ന് പറഞ്ഞ പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മുവഹിദീങ്ങളായ ആളുകൾ റസൂലുള്ളാഹിയുടെ ബിഅ്സത്തിന് മുമ്പും അവിടെ അതിൽപ്പെട്ട ആളാണ് ആര്? സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ. അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്, റബ്ബൻ വാഹിദൻ അമ്മൽ ഫറബ്ബി അദീനു നിദാ തകസ്സമത്തിൽ ഉമൂറു തറകുത്തില്ലാത വൽഉസ്സ ജമിഅ കദാലിക യഫഅലു റജുലുൽ ബസീറു. റബ്ബൻ വാഹിദൻ അമ്മൽ ഫറബ്ബി, ഒരു റബ്ബാണോ നല്ലത്, 1000 റബ്ബാണോ നല്ലത്? കഅബാലയത്തിന്റെ മുമ്പിലെ വിഗ്രഹങ്ങളെ നോക്കിയിട്ട് അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹം കഅബാലയത്തിലെ വിഗ്രഹത്തിന്റെ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെ മുമ്പിൽ തന്റെ കൂട്ടുകാരുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു റസൂൽ ജനിക്കുന്നത്. ആ സമയത്താണ് കഅബാലയത്തിലെ വിഗ്രഹങ്ങള് മൂക്കുകുത്തി വീണത്. തന്റെ മുമ്പിലോട്ട് മൂക്കികുത്തി വീണ കഅബാലയത്തിന്റെ വിഗ്രഹത്തെ നോക്കിയിട്ട് സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈലാണ് പാടിയത്, തനക്കസ്തമകിരൂബൻ ഫമാദാക കുല്ലനാ വമിൻഹു സിനിനാ കദ്റത്തിൽ ലീറു ബിസ്സുഹബി. ആ സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ പാടിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു. മുലയൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ല ആളുകളെ ഏൽപ്പിക്കൽ അറബികളുടെ പതിവാണ്. സഹോദരങ്ങളെ, മക്കയിൽ ഖുറൈശി ഗോത്രത്തിലൊരു കുഞ്ഞു ജനിച്ചു. മുലയൂട്ടാൻ ആരാണുള്ളത്? അന്യദേശത്ത് നിന്ന് ധാരാളം ആളുകൾ വന്നു. എല്ലാവരും വന്നു. അവരെല്ലാവരും വന്ന് മക്കയിലെ ഏറ്റവും നല്ല കുടുംബത്തിലെ കുട്ടികളെ കൊണ്ടുപോയി മുലയൂട്ടാൻ. ആ സമയത്താണ് സഅദിയ ഗോത്രത്തിലെ ഹലീമ വരുന്നത്. സഹോദരങ്ങളെ, ആ സമയത്താണ് സഅദിയ ഗോത്രത്തിലെ ഹലീമ വരുന്നത്. ആ ഹലീമ വരുമ്പോ ഹലീമയുടെ എല്ലാവരും കുഞ്ഞിനെ വാങ്ങിക്കാൻ വന്നു. ഹലീമ ഏറ്റവും പുറകിലാ വരിക. കാരണം എന്താ? ഹലീമയാണെങ്കിലോ മിൻ അഫ്കരിന്നാസ്. ഇന്ന് പിരിയുമ്പോൾ ഈ സംഭവം ഓർത്തുകൊള്ളുക. ഹലീമ ഏറ്റവും വലിയ ദരിദ്ര കുടുംബത്തിലെയാ. ആ ഹലീമയ്ക്ക് ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകമാണെങ്കിലോ വയസ്സനൊട്ടകമാണ്, നടക്കുകയില്ല. ഒരു കഴുതയുണ്ട്. ആ കഴുതയാണെങ്കിലോ മുടന്തൻ കഴുതയാണ്. ഒട്ടകത്തിന് സ്പീഡില്ല. സ്പീഡുള്ള ഒട്ടകത്തിൽ കയറിയിട്ട് മറ്റുള്ളവർ പോയി നല്ല നല്ല സമ്പന്നരുടെ മക്കളെ മുലയൂട്ടാൻ കൊണ്ടുപോയി. ഹലീമ പാവപ്പെട്ട ഹലീമ. ഏറ്റവും ചെറിയ ഒട്ടകത്തിന്റെ മുകളിൽ ഹലീമ പാവപ്പെട്ടവളാണ് ഹലീമ. ആ ഹലീമ ഓടി വരുമ്പോ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഒട്ടകം മെല്ലെയാണ് നടക്കുക. ഹലീമയാരാ? ഏറ്റവും പാവപ്പെട്ടത്. ഒരൊട്ടകമുണ്ട്. വയസ്സനൊട്ടകം നടക്കൂല. വയസ്സനൊട്ടകം നടക്കൂല. ഹലീമക്ക് ഏറ്റവും നല്ല കുട്ടികളെ എല്ലാവരും നേരത്തെ ഉള്ളവർ വന്നെടുത്തോണ്ട് പോയി. ഹലീമയുടെ ഒട്ടകം വയസ്സനൊട്ടകം മെല്ലെ മെല്ലെ നടക്കുള്ളൂ. ഒരു കഴുതയുണ്ട്. അതാണെങ്കിലോ മുടന്തൻ. ഹലീമയാരാ? സ്വന്തം മക്കൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഈ തലങ്ങളിൽ മുലപ്പാലില്ല. അപ്പൊ ഹലീമയ്ക്ക് സ്വന്തം മക്കൾക്ക് കൊടുക്കാനില്ല. എന്നിട്ടും ഒരു കുട്ടിയെ പോലെ വാടകയ്ക്കെടുത്തോണ്ട് വന്നാൽ ഒരൽപ്പം പൈസ കിട്ടുമോ നോട്ട് പോയതാണ് ഹലീമ. സഹോദരങ്ങളെ, മക്കയിലെത്തിയപ്പോ എല്ലാവരും നല്ല നല്ല കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി ആരോ പറഞ്ഞു മറങ്ങാൻ പോയപ്പോ ഒരു കുട്ടി ആരും ഏറ്റെടുത്തിട്ടില്ല. ആ കുട്ടി ഒരു അനാഥ കുട്ടിയാണ്, യതീമായ കുട്ടിയാ. അറബികളാണെങ്കിലോ യതീമീങ്ങളെ പരിഗണിക്കുകയില്ല. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അനാഥകളെ തീരെ പണികെടുക്കാത്ത അറബികളുടെ മുമ്പ് ഒരു അനാഥ കുട്ടി വാപ്പയില്ലാത്ത ഒരു അനാഥ കുട്ടി കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോയി കൊള്ളുക. ഹലീമയുടെ ഭർത്താവ് പറഞ്ഞ, ഹലീമ നാട്ടിന് തിരിച്ചെടുത്തും ആളുകളെ കളിയാക്കില്ലേ, ഹലീമയ്ക്ക് മാത്രം ഒരു കുട്ടിയെ കിട്ടിയില്ല എന്ന്. അനാഥയാണെങ്കിലും ഇരിക്കട്ടെ, പ്രശ്നമില്ല, ആളുകളെ കളിയാക്കില്ലല്ലോ. സഹോദരങ്ങളെ, ഭാഗ്യം വന്ന വഴി കണ്ടോ? ടിവിയുടെ പരസ്യം കാണുമ്പോഴല്ല, ഭാഗ്യം വന്ന വഴി കണ്ടോ? പോയി യതീമായ കുട്ടിയെ എടുത്തു. സഹോദരങ്ങളെ, കൈവെള്ളയിലേക്ക് വെച്ചപ്പോ ഹലീമ തന്നെ പറഞ്ഞു പോയി, ക്യാ മുബാറക് മക്കാമാരകാഹേ, ക്യാ മുബാറക് മക്കാമാരകാഹേ. എത്ര വലിയ മുബാറക്കായ സ്ഥാനമാണ് വരിക. സഹോദരങ്ങള്, ആ ഹലീമ അനാഥ കുട്ടിയെയും കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിനെയും പിടിച്ചിട്ട് ആ കുട്ടിയെ കിഴവനൊട്ടകത്തിന്റെ, നേരത്തെ തന്റെ ഗോത്രക്കാർ വരുമ്പോ ഏറ്റവും പുറകിൽ വേച്ച് നടന്ന ആ ഒട്ടകത്തിന്റെ കിഴവനൊട്ടകത്തിന്റെ മുകളിലേക്ക് ചോരയുടെ മണം മാറാത്ത, ശൈശവം പിന്നിട്ടിട്ടില്ലാത്ത, അന്ന് നബിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അസിലിന് നബിയാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തിന് നബിയാണ്.
പിറക്കുന്നതിന് മുമ്പേ അത്ഭുതം കാണിച്ച ആ പ്രവാചകന്റെ ശരീരത്തെ ശിശുവിനെ എടുത്ത് തളർന്നുപോയ ഒട്ടകത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോ ഒട്ടകത്തിന് യൗവനം തിരിച്ചു വന്നു. ആ ഒട്ടകം കുതിച്ചു പായാൻ തുടങ്ങി. ആ ഒട്ടകം കുതിച്ചു പായാൻ തുടങ്ങിയപ്പോ പുറകെ വരുന്ന മൊടന്തൻ ഒട്ടകത്തിന്റെ മുകളിലാണ്, മൊടന്തൻ കഴുതയുടെ മുകളിലാണ് ഹലീമയുടെ കുട്ടി. സഹോദരങ്ങളെ, ഈ ഒട്ടകം പായാൻ തുടങ്ങി, മൊടന്തൻ കഴുത പിന്താൻ തുടങ്ങി. എന്തേ മൊടന്തൻ കഴുത കൂടെ എത്തുന്നില്ല? ഹലീമ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്, ഈ കുഞ്ഞിനെ എടുത്തു വെച്ചപ്പോഴല്ലേ നമ്മുടെ ഒട്ടകത്തിന് യൗവനം വന്നത്. ആ കുഞ്ഞിനെ എടുത്തിട്ട് മൊടന്തുന്ന കഴുതയുടെ മുകളിൽ വെക്കുക. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. അള്ളാന്റെ റസൂൽ എന്ന പൈതലിനെ എടുത്തിട്ട് ആ മൊടന്തുന്ന കഴുതയുടെ മുകളിലോട്ട് വെച്ചപ്പോ ആ കഴുതയുടെ മൊടന്ത് മാറി, ഒട്ടകവും കഴുതയും ഒന്നിച്ചോടാൻ തുടങ്ങി. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, സ്വന്തം മക്കൾക്ക് കൊടുക്കാനില്ലാത്ത മുലപ്പാല് വെട്ടിപ്പോയ ഇരുസ്ഥലങ്ങളിലേക്ക് അള്ളാന്റെ റസൂൽ എന്ന കുഞ്ഞിന്റെ ചുണ്ടുകളങ്ങ് തൊടേണ്ട താമസം. ആ രണ്ട് ഇരുസ്ഥലങ്ങളിലും മുലപ്പാല് നിറയാൻ തുടങ്ങി. ആളുകൾ പറയുന്ന ഹലീമാ ഓ ഹലീമാ, നീ കുഞ്ഞിനെ മേടിക്കാൻ പോയിട്ട് അറബികളുടെ ചന്തയിൽ പോയോ? എത്ര നല്ല ഒട്ടകമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്. നീ ചന്തയിൽ പോയി പഴയ കിടമ ഒട്ടകത്തെ മാറ്റി മേടിച്ചോ? 6 മാസം കൊണ്ട് ഹലീമയാരായി മിന്നഗിനന്നാസ്, ആ സമൂഹത്തിലെ ഏറ്റവും വലിയ മുതലാളിയായി ബഹുമാനപ്പെട്ട ബീവി ഹലീമത്ത് സഅദിയ. കാരണമെന്താ? കാരണമെന്താ? ബിമുജാവറത്തിൽ മുസ്തഫ, അള്ളാന്റെ റസൂൽ എന്ന കൊച്ചു പൈതൽ വന്നപ്പോ മുടന്തുന്ന ഒട്ടകം യൗവനമായി, അംഗവൈകല്യമുള്ള കഴുത സുന്ദരം കഴുതയായി മാറി. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, 6 മാസം കൊണ്ട് ഹലീമത്ത് സഅദിയ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിയായി മാറി. ഹിജ്റ പോവുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അലി റളിയല്ലാഹു അൻഹുവിനെ ഉറക്കി കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകുമ്പോ ആ സമയത്താണ് റസൂലുള്ള പാതിരാ സമയത്ത് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് റസൂലുള്ള മാർദാര ശബ്ദത്തോടെ ഇറങ്ങി വരുമ്പോ പാതിരാ സമയത്ത് ഉറക്കമില്ലാതെ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. ആരെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയെ വരിക, നബിയെ. ഉറക്കമളച്ച് കാത്തിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു നടന്നു. ശത്രുക്കൾ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നടക്കണ്ട നബിയെ. അബൂബക്കർ റളിയല്ലാഹു തആല കുനിഞ്ഞു നിന്നു. എന്റെ ചുമലിലേക്ക് കയറി നബിയെ. എന്താ അബൂബക്കറെ പറയുക? പാതിരാത്രിയിലെ അനുരാഗത്തിന്റെ അടയാളമാണിത്. എന്താ അബൂബക്കറെ പറയുക? അങ്ങങ്ങാനും മണലാരണ്യത്തിലൂടെ നടന്നുപോയ അങ്ങയുടെ കാൽപ്പാടത്തിന്റെ അടയാളം പിന്തുടർന്നിട്ട് ഖുറൈശികൾ പുറകെ വരും നബിയെ. അതുകൊണ്ട് അങ്ങ് നടക്കണ്ട നബിയെ, എന്റെ ചുമലിലോട്ട് കയറുക. സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പാതിരാ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുനിഞ്ഞു നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ചുമലിൽ കയറി. ഒരു പാതിരാ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഹബീബിനെയും വഹിച്ചുകൊണ്ട് മണലാരണ്യത്തിന്റെ മുകളിലൂടെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായി വെച്ച്, നേരെയല്ല, ഒരു കാൽ ഇങ്ങോട്ട് വെക്കും, മറുകാല് മറുത്തോട്ട് വെക്കും. മക്കാ ഖുറൈശികൾ പുറകെ പിന്തുടർന്ന് വരരുത്. അള്ളാന്റെ റസൂലിനെ ചുമലിലേറ്റ് നടന്നുപോയി സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒന്നാലോചിച്ചു നോക്ക്, അള്ളാന്റെ റസൂലിനെ ചുമലിലേറ്റ് പാതിരാ സമയത്ത് നടന്നു. ഈ ഒരു ത്യാഗമല്ലേ നമ്മളെ മുസ്ലിമാക്കിയത്? എന്നിട്ട് നമുക്ക് ആ റസൂലിനോടെന്ത് ഹുബ്ബാ ഉള്ളത്? തൈസിർ റസൂല വ അന്ത തതിരുബു ഹുബ്ബഹു ഫയാല അംരി ഫിൽ ഖിസാലി ബദീഉ. ഹുബ്ബ് പറയുന്നുണ്ട്, പക്ഷേ പ്രവർത്തനം വൈകല്യമാണ്. അള്ളാന്റെ റസൂലിന് വേണ്ടി ഒട്ടകത്തിക്ക് നിർത്തി. റസൂലുള്ളാഹിനെ ചുമലിൽ നിന്ന് ഒട്ടകത്തിൽ വെച്ചു. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. പോവുകയാണോ നബിയെ? എന്നെ കൂട്ടുന്നില്ല നബിയെ. ഒന്നും മിണ്ടിയില്ല. ഇരുളിന്റെ ഇടനാടിയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, കൂടെ കൊണ്ടുപോകുമോ എന്നറിയില്ല. അള്ളാന്റെ റസൂലിനെ വിടാനും മനസ്സില്ല. അള്ളാന്റെ റസൂല് ചോദിച്ചു, അബൂബക്കറെ സുഹബ, സഹവാസം വേണോ? ഒറ്റ മറുപടി, നിഅമ സുഹബത്തു യാ റസൂലല്ലാഹ്. സുഹബത്തു മദി നബിയെ. 2 വാക്ക്. എന്നാ കേറിക്കോ അബൂബക്കറെ. ഒട്ടകപ്പുറത്ത് കയറി.
ഒട്ടകപ്പുറത്ത് കയറി രണ്ടുപേരും കൂടി പോവുകയാണ് മരുഭൂമിയിലേക്ക്. ആ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ദാഹിക്കുന്നു, തൊണ്ട വരളുന്നു. അബൂബക്കറെ ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് നോക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ റസൂലുള്ളാഹിനെ ഇരുത്തി തൊട്ടടുത്ത മലയടിവാരത്തിലേക്ക് നടന്നുപോയി. എന്റെ ഹബീബിന് ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്നറിയാൻ അവസാനമാണ് ഒരു കൊച്ചു കുടിലെത്തിയത്. ആ കുടിലാണ് ഉമ്മു മഅബദിന്റെ കുടില്. ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിട്ടില്ല. മലയടിവാരത്തിലെ കുടിലെത്തി. എന്റെ നായകൻ ഇരിക്കുകയാണ്, ഒരു തുള്ളി വെള്ളം കിട്ടുമോ? ഉമ്മു മഅബദ് പറഞ്ഞു, എന്റെ വീട്ടിൽ വെള്ളമില്ല. പല്ലാട വിസന്നനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതാ മറുഭാഗത്ത് ആട്ടിൻകുട്ടി നിൽക്കുകയാണ്. എന്റെ റസൂലുള്ളാഹിക്ക് ഇത്തിരി ആട്ടുംപാല് കറന്നു തരുമോ? ഉമ്മു മഅബദ് പറഞ്ഞു, എന്നെ ആടിന് തീറ്റയില്ലാതെ എത്ര നാളുകൊണ്ട് ആടിന്റെ അകിട്ടില് ഈ പാല് വറ്റിപ്പോയിരിക്കുകയാണ്. എന്റെ ആടിന്റെ അകിട്ടിന് പാല് വറ്റിപ്പോയി. സഹോദരങ്ങളെ, നിരാശയോടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി. സഹോദരങ്ങളെ, അബൂബക്കറെ വെള്ളമില്ലേ? ഇല്ല നബിയേ. ആ വീട്ടിലൊരു ആട്ടുംകുട്ടിയുണ്ട്, പക്ഷേ കറവ വെട്ടിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് മെല്ലെ നടന്നു. ഉമ്മു മഅബദിന്റെ വീടിന്റെ മുമ്പിൽ ലോകത്തിന്റെ പുതിനാവിന്റെ വെളിച്ചമെത്തി. ഉമ്മു മഅബദിന്റെ വീട് പ്രകാശിച്ചു. എവിടെ ആടെവിടെ? ദായിരിക്കുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ റിസാലത്തിന്റെ കരം കൊണ്ട് ആടിന്റെ അകിട്ടില് തൊടുമ്പോ സഹോദരങ്ങളെ അകിട് ചുരത്താൻ തുടങ്ങി, പാല് വരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ആവോളം കുടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിച്ചു. ആളുകൾ മുഴുവനും വഴിപോക്കര് മുഴുവനും കുടിച്ചു. അവസാനം ഉമ്മു മഅബദിനോട് പറഞ്ഞു, പാത്രം കൊണ്ടുവാ. ആ വീട്ടിലുള്ള സർവ്വപാത്രവും കൊണ്ടുവന്നു. അതിന് മുഴുവനും പാല് നിറഞ്ഞു. സഹോദരങ്ങളെ, റഫീഖൈനി കാലാ ഖൈമത്തൈ ഉമ്മി മഅബദി. റഫീഖൈനി രണ്ടു കൂട്ടുകാർ, ഒന്ന് സിദ്ദീഖ്, മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടി കൈരൂരത്തിന്റെ സമയത്ത്, ഉച്ചയിറക്കത്തിന്റെ സമയത്ത് ഉമ്മു മഅബദിന്റെ കുടിലെത്തി. ആ കുടില് പിന്നെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ കുടിലായി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് ആടിന്റെ പാലും കുടിച്ച് മറന്നുപോയ നിർദ്ദിഷ്ട സ്ഥലം മറന്നുപോയ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ആടിന്റെ പാലും കുടിച്ച് ക്ഷീണം മാറ്റി അല്ലാഹുവിന്റെ റസൂല് നടന്നു പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോകുമ്പോ സഹോദരങ്ങളെ, മക്കക്കാര് ഇനാം പ്രഖ്യാപിക്കുക, മുഹമ്മദിനെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോയ മുഹമ്മദിനെ ജീവനോടെ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം കുതിച്ചു പായുകയാ. അവസാനം ഒരു അഭയത്തിന് വേണ്ടി സൗർ ഗുഹയിലെത്തി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ തലവെച്ച് അല്ലാഹുവിന്റെ റസൂല് മയങ്ങുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശീലമിണ്ടൂരിയിട്ട് തന്റെ എല്ലാ മാളവും അടച്ചു കളയുമ്പോ അവസാനം ഒരു മാളം അടക്കാൻ തുണിതകയാണ്. തന്റെ കാലിന്റെ വിരൽ കൊണ്ട് മാളമടച്ചു വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മടിയിൽ കിടന്ന് മയങ്ങുകയാ. ലോകത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചം, ഏറ്റവും വെളിച്ചമില്ലാത്ത തൗറില് വരട്ടെ. സഹോദരങ്ങളെ, ആ സമയത്താണ് പെരുവിരലിൽ പാമ്പ് കടിക്കുക. ആ പാമ്പിനെ എങ്ങനെയാ കുറ്റം പറയുക? ആ പാമ്പ് അനുരാഗിയായ പാമ്പല്ലയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ തള്ളവിരലിൽ കടിച്ച പാമ്പേടാ. സഹോദരങ്ങള്, 500 വർഷക്കാലം മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇഞ്ചിരോതിയിട്ട് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്, 500 വർഷങ്ങൾക്കപ്പുറം അഹ്മദ്, ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകന്റെ പേര് അഹമ്മദ് എന്നാണെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ പറഞ്ഞു കൊടുത്ത സുവിശേഷം കേട്ട പാമ്പാണിത് അന്ന് മുതൽ സഞ്ചരിക്കാൻ തുടങ്ങിയടാ.
അള്ളാന്റെ റസൂലിനെ അന്വേഷിച്ച് നടക്കുകയാണ്, പാമ്പ് കാണുന്നില്ല. അവസാനമാണ് അറിയുന്നത് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലോട്ട് പോകുന്ന വഴി തൗർ ഗുഹയിൽ അള്ളാന്റെ റസൂലുണ്ടെന്ന്. സഹോദരങ്ങളെ, ഒരു ജന്മം മുഴുവനും മഹബൂബിനെ ഹബീബിനെ അന്വേഷിച്ച് നടന്ന മഹബൂബായ പാമ്പ് കടന്ന് വരുമ്പോഴല്ലേ കാണാൻ അള്ളാന്റെ റസൂലിനെ കാണാൻ പോവുകയാ. ഒരു ആയുസിന്റെ ആഗ്രഹം സാഫല്യമാവുകയാ. എന്റെ ഹബീബിനെ കാണുകയല്ലേ, എന്റെ ഹബീബിനെ കാണാൻ പോവുകയല്ലേ. ആത്തിയോടെ പാഞ്ഞു വരുമ്പോഴാ മാളത്തിന്റെ ഭാഗത്തൊരു തള്ളവരലിരിക്കുന്നത്. എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കാണാനുള്ള തടസ്സം അബൂബക്കറിന്റെ കാലാണൊന്ന് പാമ്പിനറിയണ്ട. ആ തടസ്സത്തിൽ ആഞ്ഞുകൊത്തി ആ പാമ്പിനെ കുറ്റം പറയുന്നത് എങ്ങനെയാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കൊത്തിയ പാമ്പിനെ എങ്ങനെയാ കുറ്റം പറയുക? ആ പാമ്പ് മനുരാഗിയല്ലയോ? ആ പാമ്പ് മനുരാഗിയല്ലയോ? സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു തആല കാല് വലിച്ചില്ല. കണ്ണുനീർത്തുള്ളി ലോകത്തിന്റെ ഏറ്റവും വലിയ സുന്ദര വദനത്തിലേക്ക് പെയ്തിറങ്ങി. അബൂബക്കറെ കരയുന്നതെന്താ? നബിയെ, തള്ളവരലിൽ പാമ്പ് കൊത്തി നബിയെ. അവിടുത്തെ റിസാലത്തിന്റെ ഉമിനീരെടുത്ത് രക്തം കിനിയുന്ന തള്ളവരലിലേക്ക് ചേർത്തു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സാന്ത്വനിപ്പിക്കുമ്പോ ആ സമയത്താണ് മുകളിൽ കാൽ പെരുമാറ്റം കേൾക്കുക. 100 ഒട്ടകത്തെ മേടിക്കാനുള്ള ആഗ്രഹത്തോടെ മക്കാ ഖുറൈശികൾ തൗർ ഗുഹയുടെ മുകളിലെത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മേലോട്ട് നോക്കുമ്പോ മക്കാ ഖുറൈശികളുടെ കാലാ കാണുക. നബിയേ യാ റസൂലല്ലാഹ് ലൗ നളറു ഇലാ ഖുദാമിഹിം ലഅബ്സറനാ യാ റസൂലല്ലാഹ്. അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയ, ഗുഹയുടെ മുകളിലാണ് നിൽക്കുന്നത്, അവരൊന്ന് താഴോട്ട് നോക്കിയ, കണ്ണൊന്ന് താഴോട്ട് പാഞ്ഞ, കൃഷ്ണമണി ഒന്ന് താഴോട്ട് ചലിച്ച, ലഅബ്സറനാ യാ റസൂലല്ലാഹ്, നമ്മളെ കണ്ടുപിടിക്കില്ല നബിയെ. അബൂബക്കറെ റളിയല്ലാഹു അൻഹു ഇവിടേക്ക് നോക്ക്. അബൂബക്കറെ തൗർ ഗുഹയുടെ വലതു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. അള്ളാന്റെ റസൂല് പറഞ്ഞ അബൂബക്കറെ, അവര് വന്നാ നമ്മൾ അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഓടി രക്ഷപ്പെടും. അബൂബക്കറെ, തൗർ ഗുഹയുടെ താഴെ എവിടേക്കോടി നബിയെ? കേട്ടുകൊള്ളുക അബൂബക്കറെ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ ഓടി രക്ഷപ്പെടും. അള്ളാന്റെ സ്വർഗത്തിലേക്കോ? വലതു ഭാഗത്തോട്ട് നോക്ക അബൂബക്കറെ. അള്ളാന്റെ റസൂല് വലതു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോ ഹിറാ ഗുഹയുടെ വലതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗം കണ്ടു. ആ സ്വർഗത്തിന്റെ അരുവികൾ കണ്ടു, ആ സ്വർഗത്തിന്റെ പഴങ്ങൾ കണ്ടു. പിടിച്ചാൽ നമ്മൾ സ്വർഗത്തിലേക്ക് ഓടി രക്ഷപ്പെടും. അബൂബക്കറെ റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, മക്കാ ഖുറൈശികൾ മുകളിലാണ്. കൃഷ്ണമണി താഴോട്ടൊന്ന് ചലിച്ചാൽ നബിയെ കാണാം. പക്ഷെ അവര് കണ്ടതെന്താ? കാണുന്നത് മാടപ്രാവിനെയാണ്, കാണുന്നത് ചെലന്തിയെയാണ്. ചെലന്തി കൂട് കെട്ടുന്ന ഗുഹയ്ക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടാകുമോ? പ്രാവ് കൂട് കൂട്ടുന്നിടത്ത് മനുഷ്യനുണ്ടാകുമോ? ഇല്ല. ഈ ഗുഹയുടെ ഉള്ളിൽ മുഹമ്മദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി മക്കാ ഖുറൈശികൾ. റസൂലുള്ള തൗർ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റു. അള്ളാന്റെ റസൂല് വരുന്നത് കാത്ത് അങ്ങകലെ മദീന. സഹോദരങ്ങളെ, സ്വപ്നമല്ലോ മദീന, സ്വർഗമല്ലോ മദീന. ജീവിതത്തിന്റെ ആലംബമേ മദീന, അവലംബമേ മദീന, ആഗ്രഹമേ മദീന, അഭിലാഷമേ മദീന, അഭിവാഞ്ചയേ മദീന. മദീന ഒരുങ്ങി. മദീനക്കാര് മുഴുവനും മദീനയുടെ അതിർത്തിയിലെത്തി. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടെന്നറിഞ്ഞ് മദീനക്കാര് മുഴുവനും മദീനയുടെ അതിർത്തി വരമ്പിൽ കാത്തു നിൽക്കുമ്പോ അവരവരുടെ വീടുകളെല്ലാം അലങ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വരികയല്ലേ, ലോകത്തിന്റെ അനുഗ്രഹം വരികയല്ലേ. അവരെല്ലാവരും അവരവരുടെ വീടുകളെ അലങ്കരിക്കുകയാണ്. എല്ലാ വീടുകളും വൃത്തിയാക്കി. ഭാര്യ ഭർത്താക്കന്മാർ അവരവരുടെ വീടുകളിൽ നിന്ന് താമസം മാറ്റി. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നമ്മുടെ അതിഥിയാകണം. ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് താമസം മാറ്റി. സഹോദരങ്ങളെ, മദീനത്തിന്റെ അതിർത്തി വരമ്പുകളിൽ അല്ലാഹുവിന്റെ റസൂല് വരുന്നതും കാത്തിരിക്കുകയാണ്. 3 രാപ്പകലുകൾ അൻസാറുകൾ കാത്തുനിന്നു. അവസാന ചില അൻസാറുകൾ എന്ത് ചെയ്തെന്നറിയോ? മദീനത്തെ അൻസാറുകൾ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറി അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണുകൊണ്ട് ആദ്യം കാണുന്നത് ഞങ്ങളായിരിക്കണം. ചെറുപ്പക്കാരെ, മദീനത്തെ ചെറുപ്പക്കാര്, അൻസാറുകളായ ചെറുപ്പക്കാര് ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നിന്നു. എന്തിനാണെന്നറിയോ?